ഹായ് സ്റ്റുഡൻസ്, ഹലോ, വെൽക്കം ടു ദ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. നമ്മുടെ ഇന്നത്തെ നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സെക്കൻഡ് ഇയറിലെ ഒരു ചാപ്റ്ററിനെയാണ്, അതായത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ആ ഒരു സ്ലൈഡിൽ തന്നെ കാണാൻ പറ്റും. നോക്കൂ, 2024 4 ക്വസ്റ്റ്യൻ ചോദിച്ചു, 2025 5 ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ചാപ്റ്ററാണ്. എന്നാൽ അതേ സമയത്ത് 2026 3 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചോദിച്ചത്. 2 ക്വസ്റ്റ്യൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നാണ്. ആ ഒരു ഭാഗത്ത് നിന്ന് 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും എങ്ങനെ വന്നാലും ഒരു ആവറേജ് 5 ക്വസ്റ്റ്യൻ ഈ 2 ചാപ്റ്ററിനായിട്ട് വരാറുണ്ട്. അപ്പോൾ ചില സമയത്ത് ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് വരിക. പക്ഷേ 2026 അത് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3 ക്വസ്റ്റ്യനിൽ ഒതുക്കിയിട്ടുണ്ട് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു 16 മാർക്ക് ആവറേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ ആദ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നോക്കാം. നമുക്കൊരു ക്വിക്ക് റിവിഷൻ മാത്രമാണ്. ഈ സ്ലൈഡുകൾ നമ്മൾ കാണുന്ന ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതേപോലെ വരും നീറ്റിന് 2026 എന്നൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. നമ്മൾ അതിന് ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് ആ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, സ്പെർമാറ്റോജെനസിസ്, ഊജെനസിസ്, മെൻസ്ട്രുവൽ സൈക്കിള്, അതുപോലെ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്, പ്ലാസന്റ് എന്താണെന്നും, അതുപോലെ ജസ്റ്റേഷൻ ആൻഡ് പാർച്ചുറേഷൻ എലോങ് വിത്ത് ലാക്ടേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. ഒരു 45 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഇതെല്ലാ കാര്യങ്ങളും ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു നോക്കാം, അല്ലെ? അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടത് പാർച്ചുറേഷൻ ഇവന്റ്സ് ആണ്. പാർച്ചുറേഷൻ അല്ല, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഇവന്റ്സ് ആണ്. എന്തൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് ഇവന്റ്സ് എന്ന് പറയാം? ആദ്യം നമ്മൾ പറയും സ്പെർമാറ്റോജെനസിസ്. അതിനു മുമ്പ് നമ്മൾ അതിന് ഒറ്റ വാക്കിൽ പറയുന്നത് ഗമിറ്റോജെനസിസ്, ഗമിറ്റ്സിന്റെ ഫോർമേഷൻ. അത് മെയിൽ ആകുമ്പോൾ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയും, ഫീമെയിൽ ആകുമ്പോൾ ഊജെനസിസ് എന്ന് പറയും, ഫോർമേഷൻ ഓഫ് ഓവം. രണ്ടാമത്തത് ഇൻസെമിനേഷൻ ആണ്. ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ മെയിലിന്റെ ശരീരത്തിലുള്ള സ്പേം ഫീമെയിലിന്റെ ബോഡിയിൽ എത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഇൻസെമിനേഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഫെർട്ടിലൈസേഷൻ ആണ്. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ആണ്. ഹാപ്ലോയിഡ് സ്പേമും ഹാപ്ലോയിഡ് ഓവം കൂടി ചേർന്ന് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുന്നു. അതിനെ നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതും നിങ്ങൾക്കറിയാം. അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് ജസ്റ്റേഷൻ പീരീഡ് ആണ്. ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ അടുത്തത് നമ്മൾ ഇംപ്ലാന്റേഷൻ ആണ്. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ആ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടാവുന്ന, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് റിപ്പീറ്റഡ് ഡിവിഷൻ ക്ലീവേജ് നടക്കും. ആദ്യമായി ഉണ്ടാവുന്നത് മോറുലയാണ്, അത് കഴിഞ്ഞിട്ടുണ്ടാവുന്നത് ബ്ലാസ്റ്റുലയാണ്, അത് കഴിഞ്ഞിട്ട് ഗാസ്ട്രുലയാണ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന അവസ്ഥ ഈ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ, ഗർഭധാരണം എന്ന് നമ്മൾ പറയാം. അത് കഴിഞ്ഞാലുള്ള പീരീഡിനെ, പാർച്ചുറേഷൻ വരെയുള്ള പീരീഡിനെയാണ് ജസ്റ്റേഷൻ പീരീഡ്, എംബ്രിയോണിക് ഡെവലപ്മെന്റ് എന്ന് പറയാം. അത് കഴിഞ്ഞാലുള്ളത് പാർച്ചുറേഷൻ ആണ്, ആക്ട് ഓഫ് ദ ഡെലിവറി ഓഫ് ദ ബേബി. അത് നമ്മൾ എന്ത് പറയുന്നു? പാർച്ചുറേഷൻ എന്ന് പറയുന്നു. അതിനുശേഷം മിൽക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ലാക്ടേഷൻ എന്ന് പറയും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇതിലെ മാച്ച് ചെയ്യണം. എന്താണ് പാർച്ചുറേഷൻ? അപ്പൊ നോക്കൂ, എ ബി സി ഡി ഇ ഉണ്ട്, അല്ലെ? എ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറഞ്ഞാൽ പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ദ ബേബി ആണ്. പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ദ ബേബി ആണ്, നമുക്കറിയാം. പിന്നെ അടുത്തത് നമ്മൾ പറയുന്നത് ജസ്റ്റേഷൻ. ജസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പീരീഡ് ബിറ്റ്വീൻ ഫെർട്ടിലൈസേഷൻ ആൻഡ് ബർത്ത്. ഈ 3 ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നോക്കാം, 3, 4 കറക്റ്റ് ആണ്. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ റിലീസ് ഓഫ് എഗ് ആണ്. എഗ് അല്ല, സെക്കൻഡറി ഊസൈറ്റ് ആണ്, അതും നമുക്കറിയാം. പിന്നെ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്, സൈഗോട്ടിന്റെ മറ്റൊരു രൂപമാണ്, ഇൻ ടു ദ എൻഡോമെട്രിയം, അത് 1 ആണ്. പിന്നെ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ് 5 ആണ്. 3, 4, 2, 1, 5 എന്ന് പറയുമ്പോൾ നമുക്ക് യാതൊരു സംശയമില്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അത് എന്താണ്. ഓപ്ഷൻ 4 ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, 4 is the right answer. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നു, നോക്കൂ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഒരു 5 മിനിറ്റിൽ തിയറി പറഞ്ഞ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് ഉണ്ടാവുക? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ പെയർ ഓഫ് ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് എക്സ്ട്രാ അബ്ഡോമിനൽ ആണ്, ആബ്ഡമന്റെ പുറത്താണ്. കാരണം കൃത്യമായി നിങ്ങൾക്കറിയാം, ടെസ്റ്റിസ് ഈ സ്പെർമാറ്റോജെനസിസ് നടക്കുന്ന ടെമ്പറേച്ചർ എത്രയാണ്? ഏകദേശം നമ്മൾ നോക്കുമ്പോൾ അറൌണ്ട് 35 ഡിഗ്രി സെൽഷ്യസ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അപ്പൊ 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലെസ് ദാൻ ദ ബോഡി ടെമ്പറേച്ചർ.
അതിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റിസ് എക്സ്ട്രാ അബ്ഡോമിനൽ സ്ക്രോട്ടത്തിനകത്ത് കാണപ്പെടുന്നത്. ഒരു ടെസ്റ്റിസ് എടുക്കുമ്പോൾ കട്ട് ചെയ്താൽ അതിനകത്ത് ഏകദേശം 250ഓളം കമ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ആ കമ്പാർട്ട്മെന്റുകളെ നമ്മൾ പറയുന്ന പേരെന്താ? ടെസ്റ്റിക്കുലാർ ലോബ് എന്നാണ് പറയുക. ആ ഒരു ടെസ്റ്റിക്കുലാർ ലോബിന്റെ ഉള്ളില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ടൈപ്പ് സെൽസ് കാണാം. ഒരു ടെസ്റ്റിക്കുലാർ ലോബിന്റെ ഉള്ളില് 1 മുതൽ 3 വരെ, ശരിക്കും പറയുകയാണെങ്കിൽ ടെസ്റ്റിസിന്റെ ഉള്ളില്, ടെസ്റ്റിക്കുലാർ ലോബ് അല്ല, ടെസ്റ്റിസിന്റെ ഉള്ളില് 3 ടൈപ്പ് സെൽസ് കാണാം. പക്ഷെ ടെസ്റ്റിക്കുലാർ ലോബ് എടുക്കുകയാണെങ്കിൽ ആ ഒരു 250ഓളം കമ്പാർട്ട്മെന്റ്, ആ കമ്പാർട്ട്മെന്റ് ടെസ്റ്റിക്കുലാർ ലോബിന്റെ ഉള്ളിൽ നിങ്ങൾ നോക്കുമ്പോൾ എന്താ കാണുന്നറിയോ? ഇതൊരു ടെസ്റ്റിക്കുലാർ ലോബ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ 1, 2, 3 ചെറിയ ട്യൂബുകളെ കാണാം. ആ ചെറിയ ട്യൂബുകളെ നമ്മൾ എന്താ പറയുന്നത്? സെമിനിഫർ. അപ്പോ ഏകദേശം ഒരു ടെസ്റ്റിസിന്റെ ഉള്ളിൽ 250 കമ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ആ കമ്പാർട്ട്മെന്റുകളെ ടെസ്റ്റിക്കുലാർ ലോബ് എന്ന് പറയും. ആ ലോബിന്റെ ഉള്ളില് നമ്മൾ 1, 2, 3 ചെറിയ ട്യൂബുകളെ കാണാം. ആ ട്യൂബുകളെ നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂൾ എന്നാണ് പറയുക. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളില് നിങ്ങൾ നോക്കിയാൽ, അതായത് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളില് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് 2 തരത്തിലുള്ള സെല്ലുകളെ കാണാം. ഇൻസൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ യു ക്യാൻ സീ 2 ടൈപ്സ് ഓഫ് സെൽ. അതിന്റെ വോളിൽ കാണുന്ന 2 ടൈപ്പ് സെല്ലുകളാണ്. ഒന്ന് സ്പെർമാറ്റോഗോണിയ, അതാണ് പിന്നീട് സ്പേമായി മാറുന്നത്. രണ്ടാമത്തത് സർട്ടോളി സെൽ വിച്ച് പ്രൊവൈഡ് നറിഷ്മെന്റ്. അപ്പൊ അതാണ് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളില്. ഇനി സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഇൻ ബിറ്റ്വീൻ കാണുന്ന ഈ ഭാഗത്തിന് എന്താ പറയാ? ഈ ഭാഗത്തിന് നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സെൽ ആണ് പറയാ. ഇന്റർസ്റ്റീഷ്യൽ സെൽ. ആ ഇന്റർസ്റ്റീഷ്യൽ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ, അല്ല, ഇന്റർസ്റ്റീഷ്യൽ സെല്ലിന് നമ്മൾ ലീഡിക് സെൽ എന്ന് പറയും. ഇന്റർസ്റ്റീഷ്യൽ സെല്ലിനെ നമ്മൾ ലീഡിക് സെൽ എന്നാണ് പറയാ. ഫ്രാൻസ് ലിഡിക് കണ്ടെത്തിയത് കൊണ്ടാണ്. ആ ലിഡിക് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ്രോജൻ ആണ്, ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ടെസ്റ്റിസിന്റെ, അതായത് ലോബിന്റെ ഉള്ളില് പ്രധാനമായും 3 തരത്തിലുള്ള എന്തുണ്ട്? സെല്ലുകളുണ്ട്. ആ 3 തരത്തിലുള്ള സെല്ലുകൾ ഏതൊക്കെയാണ്? ടെസ്റ്റിസ്, അതായത് ലോബിനുള്ളിൽ കാണുന്ന സെല്ലുകള്. ഒന്നാമത്തെ സ്പെർമാറ്റോഗോണിയ, അത് സ്പേമായി മാറും. രണ്ടാമത്തത് സർട്ടോളി സെൽ, പ്രൊവൈഡ് നറിഷ്മെന്റ്, ചില ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അത് കൃത്യമായി പറയുകയാണെങ്കിൽ സ്പെർമിയോജനസിസിനെ സഹായിക്കും. നമുക്ക് അങ്ങോട്ട് വരാം. പിന്നെ അതേപോലെ തന്നെ ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ഇൻ ദ ലോബ് കാണുന്ന ആ സെല്ലുകളെ ഇന്റർസ്റ്റീഷ്യൽ സെൽ ഓർ ലീഡിക് സെൽ എന്ന് പറയും. അതിന്റെ ജോലി ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻഡ്രോജൻ, ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അപ്പോൾ ടെസ്റ്റിസിനുള്ളിൽ 3 ടൈപ്പ് സെല്ലുകളുണ്ട്. അതൊന്നും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ ടെസ്റ്റിസ് കഴിഞ്ഞാൽ നമ്മൾ അസസറി ഡക്റ്റുകളുണ്ട്. അസസറി ഡക്റ്റുകൾ ഏതൊക്കെയാ? അത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾ മുതൽ ഇങ്ങോട്ട് വരുന്ന, പുറത്തേക്ക് വരുന്നത്, ആദ്യം കാണുന്നത് റെറ്റെ ടെസ്റ്റിസ് ആണ്. അത് കഴിഞ്ഞാൽ വാസ എഫ്രൻഷി ആണ്. അത് കഴിഞ്ഞാൽ എപ്പിഡിഡിമിസ് ആണ്. അത് കഴിഞ്ഞിട്ട് വാസ് ഡെഫറൻസ് ആണ്. ഇങ്ങനെ ഈ ഓർഡർ തന്നെ അത് പഠിക്കണം കേട്ടോ. കാരണം അത് ആ ഓർഡറിൽ എന്തിനെങ്കിലും ഒന്നിന് പ്രശ്നം വന്നാൽ എന്ത് സംഭവിക്കുന്നു പണ്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം കാണുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾ കഴിഞ്ഞാൽ റെറ്റെ ടെസ്റ്റിസ്, വാസ എഫ്രൻഷ്യ, അത് കഴിഞ്ഞാൽ എപ്പിഡിഡിമിസ്. ഇവിടെയാണ് തൽക്കാലത്തേക്ക് സ്പേം സ്റ്റോർ ചെയ്യുന്നതും മാച്ചുർ ചെയ്യുന്നതും, കപ്പാസിറ്റേഷൻ അല്ല. പിന്നെ അതേപോലെ തന്നെ വാസ് ഡെഫറൻസ്, അതാണ് എന്ത് ചെയ്യുന്നത്? ആബ്ഡമന്റെ മുകളിൽ അസെൻഡ് ദ ആബ്ഡമൻ, ലൂപ്പ് ഓവർ ദ യൂറിനറി ബ്ലാഡർ എന്നൊക്കെ പറയുന്നത് വാസ് ഡെഫറൻസ് ആണ്. ഈ വാസ് ഡെഫറൻസ് ആണ് സെമിനൽ വെസിക്കിൾ എന്ന് വരുന്ന അസസറി ഗ്ലാൻഡ് ആയ സെമിനൽ വെസിക്കിൾ എന്ന് വരുന്ന ഒരു ഡക്റ്റുമായി കൂടിച്ചേർന്ന് ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ട് യുറേത്ര വഴി യുറേത്രൽ മീറ്റസിലേക്ക് വരുന്നത്. അപ്പൊ ഇതാണ് ഡക്റ്റുകൾ. പിന്നെ ഗ്ലാൻഡുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? സെമിനൽ വെസിക്കിൾ ഒരു പെയറാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അൺപെയർഡ്, ഒറ്റൊന്നേ ഉള്ളൂ. ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് പെയർഡ് ആണ്. ഇവരെല്ലാം കൂടെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ് സെമിനൽ ഫ്ലൂയിഡ് എന്ന് പറയാം. ആ സെമിനൽ ഫ്ലൂയിഡിന്റെ കൂടെ സ്പേമും കൂടെ കൂടിച്ചേരുമ്പോഴേ അതിനെ സെമൻ എന്ന് പറയാൻ പാടുള്ളൂ. വെറുതെ നമ്മൾ പറയാൻ പാടില്ല. സെമിനൽ ഫ്ലൂയിഡിനെ സെമൻ എന്ന് പറയരുത്. വിത്ത് സ്പേമിനെയാണ് സെമൻ എന്ന് പറയേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ പെനിസ് ആണ്. പെനിസിന്റെ എൻഡിനെ ഗ്ലാൻസ് പെനിസ് എന്ന് പറയും. അതിന്റെ മുകളിൽ കവർ ചെയ്യുന്ന ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നിനെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫോർ സ്കിൻ അഥവാ പ്രൊപ്യൂസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ചോദ്യം. അതായത് ഒരു അസർഷൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചോദ്യം തന്നെയാണ്. അസർഷൻ റീസൺ ആണ്. ഇൻ ദ ടെസ്റ്റിസ് സ്പെർമാറ്റോജനസിസ് ഒക്കർ ഇൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾ. സ്പെർമാറ്റോജനസിസ് നടക്കുന്നത് എവിടെയാണ്? സെമിനിഫറസ് ട്യൂബ്യൂളിലാണ്. ശരിയാണ്. കാരണം അതിന്റെ വോളിലുള്ള എന്താണ്? സ്പെർമാറ്റോഗോണിയയാണ് സ്പേമായി മാറുന്നത്. ആൻഡ് ദ ടെസ്റ്റോസ്റ്റിറോൺ സെക്രീഷൻ ടേക്ക് പ്ലേസ് ഫ്രം സർട്ടോളി സെൽ. അത് തെറ്റല്ലേ? സർട്ടോളി സെല്ലിൽ നിന്നല്ല ടെസ്റ്റോസ്റ്റിറോൺ, അത് ലീഡിക് സെല്ലിൽ നിന്നാണ്. സർട്ടോളി അല്ല, ലീഡിക് സെല്ലിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ്.
ടെസ്റ്റോസ്റ്റിറോൺ ബ്രിങ് ഗ്രോത്ത് ആൻഡ് മെച്ചുറേഷൻ ഓഫ് ദ സെക്കൻഡറി സെക്സ് ഓർഗാൻ ആൻഡ് ഓൾസോ ദ ഡെവലപ്മെന്റ് ഓഫ് അസസറി സെക്സ് ക്യാരക്ടേഴ്സ്. അത് ശരിയാണല്ലോ അല്ലെ? അങ്ങനെ വരുമ്പോൾ അസർഷൻ ഫോൾസ് ആണ്, റീസൺ ട്രൂ ആണ്. ഫോർ ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് സ്പെർം ഇൻ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പൊ ആദ്യം നിങ്ങൾക്കറിയാം സെമിനിഫറസ് ട്യൂബ്യൂൾ ആണ്. സെമിനിഫറസ് ട്യൂബ്യൂൾ കഴിഞ്ഞാൽ റെറ്റെ ടെസ്റ്റിസ് ആണ്. അത് കഴിഞ്ഞാൽ വാസ എഫ്രൻഷി ആണ്, എപ്പിഡെർമിസ് ആണ്, വാസ് ഡെഫറൻസ് ആണ്. അത് കഴിഞ്ഞാൽ ഇജാക്കുലേറ്ററി ഡക്റ്റ് ആണ്. അത് കഴിഞ്ഞാൽ യുറേത്രയാണ്, യുറേത്രൽ മീറ്റസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ശരിയാണ്. സെമിനിഫറസ് ട്യൂബ്യൂൾ കഴിഞ്ഞ് വാസ എഫ്രൻഷ അല്ല, ടെസ്റ്റിസ് കഴിഞ്ഞ് എപ്പിഡെർമിസ് അല്ല, ടെസ്റ്റിസ് കഴിഞ്ഞ എപ്പിഡെർമിസ് അല്ല, അതിനിടയ്ക്ക് എന്തുണ്ട്? റെറ്റെ ടെസ്റ്റിസ് വാസ എഫ്രൻഷ കഴിഞ്ഞിട്ടാണ് എപ്പിഡെർമിസ്. അപ്പൊ സോ 1 is the right answer for question number 3. ഇനി question number 4. Choose the incorrect pair. തെറ്റുള്ളത് പറയണം. എന്താ നോക്കാം. ലീഡിക് സെൽ സെക്രീറ്റ് ടെസ്റ്റിക്കുലാർ ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ്രോജൻ. ശരിയാണ്. വാസ എഫ്രൻഷ ആൻഡ് എപ്പിഡെർമിസ് ആർ അസസറി ഡക്റ്റ്. അത് അസസറി ഡക്റ്റുകളാണ്. വാസ് ഡെഫറൻസ് ലൂപ്പ് ഓവർ ദ യൂറിനറി ബ്ലാഡർ. ഞാൻ നിങ്ങളോട് പറഞ്ഞു വാസ് ഡെഫറൻസ് ആണ്, മുകളിലേക്ക് പോയിട്ട് യൂറിനറി ബ്ലാഡറിനെ ലൂപ്പ് ചെയ്യുന്ന ആ ചിത്രം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതാണ് വാസ് ഡെഫറൻസ്. കണ്ടോ? അത് മുകളിലേക്ക് വന്ന് യൂറിനറി ബ്ലാഡറിനെ ലൂപ്പ് ചെയ്തിട്ടാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയി മാറുന്നത്. ഓക്കെ, അതും ശരിയാണ്. അപ്പോൾ അടുത്തതോ ഇജാക്കുലേറ്ററി ഡക്റ്റ് വാസ എഫ്രൻഷ്യ ആൻഡ് സെമിനൽ വെസിക്കിൾ വരുന്ന ട്യൂബ് അല്ല. അതായത് വാസ് ഡെഫറൻസും ഡക്റ്റ് ഫ്രം സെമിനൽ വെസിക്കിളുമാണ്. വാസ് എഫ്രൻഷ്യ അല്ല, വാസ് ഡെഫറൻസ് ആണ്. അത് തെറ്റാണ്. സോ 4 is the incorrect option. Correct answer. Question number 4. ഇനി നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ എടുക്കുമ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? പെയർ ഓഫ് ഓവറി ഉണ്ട്. ഓവറിയുടെ നമ്മളിത് എല്ലാം കൂടെ ഒരു ചെറിയ ഒരു 6-7 മണിക്കൂറിന്റെ ചാപ്റ്റർ ആണ് നമ്മൾ 3/4 മണിക്കൂറിന് എടുക്കുന്നത്. അപ്പൊ കൃത്യമായി മനസ്സിലാക്കുക. വെറും ക്വസ്റ്റ്യൻ മാത്രമല്ല, തിയറി കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ എന്താന്ന് വെച്ചാൽ ടെസ്റ്റിസ് ഓവറി ഉണ്ട്, ഒരു പെയർ ഓഫ് ഓവറി ഉണ്ട്. ആ ഓവറിയെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിന്റെ ഉള്ളിലത്തെ ഭാഗത്തെ ഒവേറിയൻ കോർട്ടക്സ്, നടുക്കുള്ള ഭാഗത്തെ അതായത് ഔട്ടർ പോർഷനെ ഒവേറിയൻ കോർട്ടക്സ് എന്നും ഉള്ളിലത്തെ പോർഷനെ ഒവേറിയൻ മെഡുല്ല എന്നും പറയും. കോർട്ടക്സിലാണ് നമ്മൾ ഫോളിക്കിൾസ് ഒക്കെ കാണപ്പെടുന്ന കാര്യം ഓർമ്മിക്കുക. പിന്നെ രണ്ടാമത്തത് ഓവിഡക്റ്റ് ആണ്. ഓവിഡക്റ്റിന് കൃത്യമായ 3 ഭാഗങ്ങളുണ്ട്. നിയർ ടു ദ ഓവറി ഈ ഭാഗം ഫണൽ ഷേപ്പ്ഡ് ആണ്. ആ ഫണൽ ഷേപ്പ്ഡ് പോർഷൻ നമ്മൾ ഇൻഫണ്ടിബുലം എന്നാണ് പറയുക. അതിന്റെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ നമ്മൾ ഫിംബ്രിയെ എന്ന് പറയും. അതുപോലെ കുറച്ചുകൂടെ മുകളിലോട്ട് പോകുമ്പോൾ ഒരു ബൾക്കി വൈഡർ പോർഷൻ ഉണ്ട്. ആ വൈഡർ പോർഷനെ ആംബ്യുള എന്ന് പറയും. പിന്നെ ഇവിടെ കണ്ട യൂട്രസിനോട് അടുത്തുള്ള ഫെലോപ്പിയൻ ട്യൂബ് നാരോ ആണ്. ആ നാരോ ഭാഗത്ത് നമ്മൾ എന്തു പറയുന്നു? നമ്മൾ അതിനെ ഇസ്തമസ് എന്ന് പറയും. ഇവിടെ ഇതിന് നമ്മൾ ഇസ്തമസ് എന്ന് പറയും. വലിയ ഭാഗത്തെ ആംബ്യുള എന്ന് പറയും. ഈ ഭാഗത്തെ ഇൻഫണ്ടിബുലം. ഇൻഫണ്ടിബുലം ഫിംഗർ ലൈക്ക് ഫിംബ്രിയ ഉണ്ടാവാൻ കാരണം ഓവത്തിനെ ഓവുലേഷൻ കളക്ട് ചെയ്യാനാണ്. അത്രയും നമ്മൾ മനസ്സിലാക്കി. ഇനി യൂട്രസ് എടുക്കുകയാണെങ്കിൽ ഇൻവെർട്ടഡ് പിയർ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് കേട്ടിട്ടുണ്ടാവും. പിയർ ഷേപ്പ് ആയിട്ടുള്ള ഇൻവെർട്ടഡ് പിയർ പോലുള്ള ഒരു അവയവമാണ്. ഒറ്റ ഉള്ളൂ. അതിന് 3 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ പെരിമെട്രിയം തിൻ ലെയർ ആണെങ്കിലും ടഫ് ലെയർ ആണ്, പ്രൊട്ടക്ഷൻ ആണ്. അതിന്റെ അടുത്തുള്ള നടുക്കുള്ളത് വളരെ തിക്ക് ആയിട്ടുള്ള ഒരു ലെയർ ആണ്. അതിനെ മയോമെട്രി എന്ന് പറയും. അത് സ്മൂത്ത് മസിൽ കൊണ്ടാണ്, സ്കെൽട്ടൽ മസിൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സ്മൂത്ത് മസിൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതും നിങ്ങൾക്ക് മനസ്സിലായി. ഉള്ളിലെത്തത് ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലാർ നിറയെ ബ്ലഡ് വെസൽ ഒക്കെ ഉള്ള ലെയർ ആണ്. അതിനെ എൻഡോമെട്രിയം എന്ന് പറയും. അവിടെയാണ് മെൻസ്ട്രുവൽ സൈക്കിൾ സമയത്ത് സൈക്ലിക് ചേഞ്ചസ് സംഭവിക്കുന്നത്. മെൻസ്ട്രുവൽ സൈക്കിളുമായി ബന്ധപ്പെട്ടത് എൻഡോമെട്രിയമാണ്. ഇതാണ് 3 ലെയേഴ്സ്. ഔട്ടർ ലെയർ തിൻ ആണെങ്കിലും ടഫ് ആണ്. മിഡിൽ ലെയർ ആണ് തിക്ക് ലെയർ ഓഫ് സ്മൂത്ത് മസിൽസ്. ഓക്കെ. പിന്നെ യൂട്രസിന്റെ താഴെ ഭാഗം വെജൈനയുമായി കണക്ട് ചെയ്യുന്ന കനാലിനെ സർവിക്കൽ കനാൽ എന്നാണ് പറയുക. സർവിക്സ് ലോവർ പോർഷൻ ഓഫ് ദ യൂട്രസ് ആണ് സർവിക്സ്. ആ സർവിക്സ് വെജൈനയുമായി കണക്ട് ചെയ്യുന്നത് സർവിക്കൽ കനാലാണ്. സർവിക്കൽ കനാലും വെജൈനയും കൂടെ കൂടിച്ചേർന്നിട്ടാണ് ബർത്ത് കനാൽ. കുഞ്ഞ് അതിലൂടെയാണ് പുറത്തു വരുന്നത്. ബർത്ത് കനാൽ എന്ന് നമ്മൾ പറയുക. വെജൈന ഇസ് ദ കോപ്പുലേറ്ററി ഓർഗാൻ. ഇത്രയും കാര്യങ്ങളാണ് ഫീമെയിൽ റീപ്രൊഡക്ഷൻ. പിന്നെ നമുക്കുള്ളത് മാമറി ഗ്ലാൻഡ് ആണ്. മാമറി ഗ്ലാൻഡിൽ നിന്ന് മിൽക്ക് വരുന്ന റൂട്ട് നിങ്ങൾ പഠിക്കണം. ആദ്യം മെമ്മറി ആൽവിയോൾ ആണ്. ആ മെമ്മറി ആൽവിയോൾ ആണ് അതിലെ കാവിറ്റീസിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് മിൽക്ക്. എന്നിട്ട് എന്തുണ്ട്? മെമ്മറി ഡക്റ്റുകളുണ്ട് അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് മെമ്മറി ട്യൂബ്യൂൾ, മെമ്മറി ഡക്റ്റ്, മെമ്മറി ആംബ്യുള, പിന്നെ അത് കഴിഞ്ഞിട്ട് ലാക്റ്റിഫറസ് ഡക്റ്റ് വഴി പുറത്തേക്ക്
വരുന്നു എന്നുള്ള ആ ഓർഡർ കൃത്യമായിട്ടൊന്ന് പഠിക്കണം. നമ്മളെ ചോദ്യം ചൂസ് ദ ഇൻകറക്റ്റ് പെയർ, തെറ്റുള്ളത് പറയണം. ഇൻകറക്റ്റ് ആ ചോദിച്ചത്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഫിംബ്രിയെ ആണല്ലോ, അത് ശരിയാണ്. നാരോ പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റ് ആണോ? ആംബ്യുള്ള വൈഡർ പാർട്ടാണ്. നാരോ പാർട്ട് അല്ല, വൈഡർ പാർട്ടാണ്. നാരോ പാർട്ട് ആണെങ്കിൽ അത് ഇസ്തമസ് ആണ്, അപ്പൊ അത് തെറ്റാണ്. പാർട്ട് ഓഫ് ഓവിഡക്റ്റ് ജോയിൻ ഇൻ ദ യൂട്രസ് ഇസ്തമസ് ആണ് നാരോ ലൂമൻ. അപ്പൊ നൺ ഓഫ് ദ എബോവ് എന്നുള്ളത് അത് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അവിടെ നൺ ഓഫ് ദ എബോവ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇൻകറക്റ്റ് വൺ ഓൾറെഡി ഉണ്ട് അതിനകത്ത്. സോ 2 ഈസ് ദ, അല്ലെ, നമുക്ക് എന്താ പറയാ, 2 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 2 ആണ് ആൻസർ വരും, അല്ലെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 എടുക്കാം. ചൂസ് ദ ഇൻകറക്റ്റ് പെയർ. യെസ്, നമ്മളിവിടെ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയെ പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയെ നമ്മൾ വോൾവ എന്നാണ് പറയുക. അതിനകത്ത് ആദ്യം കാണുന്നത് ഫാറ്റി കുഷ്യൻ ഓഫ് മസിൽസ് ആണ്, അല്ലെ. ആ ഭാഗത്ത് നമ്മൾ മോൺസ് പ്യൂബിസ് എന്നാ പറയാ. ആ മോൺസ് പ്യൂബിസിലാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ വെജൈനൽ ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്യുന്ന ഫ്ലഷി ഓർ ലാർജർ പോർഷനെ ലാബിയ മെജോറ എന്നും അതിനുള്ളിൽ കാണുന്ന ചെറിയ ഫോൾഡുകളെ ലാബിയ മൈനോറ എന്നും പറയും. പിന്നെ അതേപോലെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഈ വെജൈനൽ ഓപ്പണിങ്ങിനെ ഭാഗികമായി കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് ഹൈമൻ എന്ന് പറയുന്നത് എന്ന് കാര്യം നിങ്ങൾക്കറിയാം. അതേപോലെ ഒരു മോസ്റ്റ് സെൻസിറ്റീവ് പോർഷൻ ഇൻ ഫീമെയിൽ ക്ലിറ്റോറിസ് എന്ന് പറയുന്ന ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചറും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ വോൾവ എന്ന് പറയുക. ഓക്കെ, നമ്മൾ അതിനുമായി കുഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂ കവേർഡ് ബൈ പ്യൂബിക് ഹെയർ, അതായത് ഹെയർ ഗ്രോത്ത്, മോൺസ് പ്യൂബിസ് ശരിയാണ്. മെംബ്രെയിൻ കവറിംഗ് ദ ഓപ്പണിംഗ് ഓഫ് വെജൈന, ഹൈമൻ പാർഷ്യലി കവർ ചെയ്യുന്നത് വജൈനയിൽ, ഹൈമൻ ആണ് ശരിയാണ്. ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ എബവ് ദ യുറേത്രൽ ഓപ്പണിംഗ്, അത് ക്ലിറ്റോറിസ് ആണ്, അതും ശരിയാണ്. മോസ്റ്റ് സെൻസിറ്റീവ് പോർഷൻ ഇൻ ഫീമെയിൽ ക്ലിറ്റോറിസ് ആണ്. യൂട്രൈൻ ലെയർ എക്സിബിറ്റിംഗ് സ്ട്രോങ് കൺട്രാക്ഷൻ ഡ്യൂറിംഗ് ഡെലിവറി എൻഡോമെട്രിയം ആണോ? ഏത് ലെയർ ആണ് സ്ട്രോങ് കൺട്രാക്ഷൻ ഉണ്ടാക്കുക? അത് മസിൽ അല്ലേ, അതുകൊണ്ട് എൻഡോമെട്രിയം അല്ല, മയോമെട്രിയം ആണ് കൺട്രാക്ട് ചെയ്യുക, സ്മൂത്ത് മസിൽ. അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ 4 ഈസ് ദ ഇൻകറക്റ്റ് ഓപ്ഷൻ ആൻഡ് റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 6. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 എടുക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ശ്രദ്ധിക്കാം. ദ യൂട്രസ് ഈസ് പ്രസന്റ് ഇൻ എ സിംഗിൾ പെയർ ആൻഡ് ഈസ് ഓൾസോ കോൾഡ് വോംബ്. ഇത് കേട്ടാൽ നമുക്ക് ശരിയാണെന്ന് തോന്നും, പക്ഷേ യൂട്രസ് ഈസ് പ്രസന്റ് എ സിംഗിൾ പെയർ അല്ല, സിംഗിൾ ആയിട്ടാണ്, രണ്ടെണ്ണം ഇല്ല. അതുകൊണ്ട് അത് തെറ്റാണ്. അതിന് വോംബ് എന്നൊക്കെ പറയുന്നത് ശരിയാണ്. ദ ഷേപ്പ് ഓഫ് ദ യൂട്രസ് ഈസ് ലൈക്ക് ആൻ ഇൻവേർട്ടഡ് പെയർ, അത് ശരിയാണല്ലോ. ദ യൂട്രസ് ഓപ്പൺ ഇൻ ടു വെജൈന ത്രൂ എ നാരോ സെർവിക്, അതും ശരിയാണ്. ബർത്ത് കനാൽ ഈസ് ഫോംഡ് ഓഫ് സെർവിക്കൽ കനാൽ ആൻഡ് വെജൈന, അതും ശരിയാണ്. പെരിമെട്രിയം ഈസ് എൻ എക്സ്റ്റേണൽ ആൻഡ് തിക്ക്, അതായത് പെരിമെട്രിയം തിക്ക് അല്ല, അത് തെറ്റാണ്, തിന്നാണ്. മയോമെട്രിയം ഈസ് മിഡിൽ ലെയർ, ശരിയാണ്. മെയ്ഡ് അപ്പ് ഓഫ് സ്മൂത്ത് മസിൽ, അതും ശരിയാണ്, അല്ലെ. മയോമെട്രിയം ഈസ് എ മിഡിൽ തിൻ ലെയർ എന്നുള്ളത് തെറ്റാണ്, തിക്ക് ലെയർ ആണ്. മയോമെട്രിയം മിഡിൽ തിക്ക് ലെയർ ആണ്, അതായത് പെരിമെട്രിയം തിൻ ലെയർ ആണ്, മയോമെട്രിയം തിക്ക് ലെയർ ആണ്. അത് മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയ തിക്കാണ്, അവിടെ തിരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എൻഡോമെട്രിയം ഈസ് ഇന്നർ ഗ്ലാൻഡുലാർ ലെയർ, അത് ശരിയാണ്. എന്നാൽ ഇവിടെ തെറ്റുണ്ട്, അതായത് പെരിമെട്രിയം തിന്നാണ്, മയോമെട്രിയം തിക്കാണ് വേണ്ടത്. അപ്പൊ അവിടെ തെറ്റുണ്ട്. അപ്പൊ എത്രണ്ണം തെറ്റുണ്ട്? ഇത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഏതൊക്കെ കറക്റ്റാ? 2, 3, 4 കറക്റ്റാ. 2, 3, 4. So 2 is the right answer for question number 7. 2 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 എന്താ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞെങ്കിൽ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ സ്പെർമേറ്റോ. അപ്പൊ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റ് എത്ര ടോട്ടൽ ഉള്ളതില് നമ്മൾ എത്ര നിങ്ങൾ കണ്ടു? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതേപോലെ തന്നെ സ്പെർമേറ്റോ ജനസിസ്, ഊജനസിസ്, മെൻസ്ട്രുവൽ സൈക്കിള്, ഫെർട്ടിലൈസേഷൻ, ദെൻ പ്ലാസന്റ, ബാക്കിയുള്ള പാർച്ചുറേഷൻ, ലാക്ടേഷൻ എല്ലാം കൂടെ 8 ടോപ്പിക് ആണുള്ളത്. അതിൽ 2 ടോപ്പിക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്പെർമേറ്റോ ജനസിസ് ആണ്. നിങ്ങൾക്കറിയാം സ്പെർമേറ്റോ ജനസിസ് എന്ന് പറയുമ്പോൾ സ്പെർമേറ്റോഗോണിയ പ്യൂബർട്ടി സ്റ്റേജില് സ്പെർമേറ്റോഗോണിയ ഇങ്ങനെ മൈറ്റോസിസ് വഴി എണ്ണം കൂട്ടും. നമുക്ക് ഒരു സ്ലൈഡ് എടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം. അതായത് സ്പെർമേറ്റോഗോണിയ, ഇതെന്തെന്നാ? സ്പെർമേറ്റോഗോണിയ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സ്പെർമേറ്റോഗോണിയ ഇത് ഏത് സ്റ്റേജിലാണ്? പ്യൂബർട്ടി സ്റ്റേജില് സ്പെർമേറ്റോഗോണിയ ഡിപ്ലോയിഡ് ആണ് with 46 chromosome. 2n is equal to 46, n is equal to 23 haploid. അപ്പൊ ഇത് സ്പെർമാറ്റോഗോണിയ
അണ്ടർഗോ മൈറ്റോസിസ്. മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ 2n തന്നെയാണ്. വീണ്ടും നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എണ്ണം കൂട്ടും. അതുകൊണ്ട് നമുക്ക് 2n എടുക്കാം. ഓക്കെ, അതിൽ ചിലതിന്റെ സൈസ് അങ്ങോട്ട് കൂടും. ആ സൈസ് കൂടിയ റെഡി ഫോർ ഡിവിഷൻ നമ്മൾ പറയുന്ന പേര് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്നാണ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റും സ്പെർമാറ്റോഗോണിയും തമ്മിൽ കാര്യമായ വ്യത്യാസം, രണ്ടും സ്പെർമാറ്റോഗോണിയ തന്നെയാണ്. ഇനി ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് എന്ത് സംഭവിക്കുന്നു? മിയോസിസ് 1 എന്ന് പറയുന്ന റിഡക്ഷൻ ഡിവിഷൻ സംഭവിക്കുന്നു. റിഡക്ഷൻ ഡിവിഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈക്വൽ ഡിവിഷൻ ആണ്, പക്ഷെ റിഡക്ഷൻ ആണ്. അപ്പോൾ അത് n ആയി മാറും വിത്ത് 23 ക്രോമസോം. ആദ്യമായി ഉണ്ടാവുന്ന ആ 23 ക്രോമസോം ഉണ്ടാവുന്നതിനെ നമ്മൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്നാണ് പറയുക. അപ്പോൾ സ്പെർമാറ്റോഗോണിയയും പ്രൈമറി സ്പെർമാറ്റോസൈറ്റും ഡിപ്ലോയിഡ് വിത്ത് 46 ആണെങ്കിൽ ബാക്കി അങ്ങോട്ടുള്ളത് മുഴുവൻ ഹാപ്ലോയിഡ് ആണ്. ആദ്യമായി ഉണ്ടാവുന്നത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആണ്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് എന്ത് സംഭവിച്ചു? അതിന് മിയോസിസ് 2 സംഭവിക്കും. പക്ഷെ അത് ഇക്വേഷനിലാണ്, അത് റിഡക്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ n ആയിട്ട് നിൽക്കും, n/2 ആവൂല. ഇത് നമ്മൾ പറയുന്ന പേരെന്താ? സ്പെർമാറ്റിഡ് എന്നാണ്. അപ്പോൾ സ്പെർമാറ്റോഗോണിയ മൈറ്റോസിസ് വഴിയാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആവുന്നത്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റിനാണ് ആദ്യമായിട്ട് റിഡക്ഷൻ ഡിവിഷനായ മിയോസിസ് 1 വരുന്നത്. എന്നിട്ടാണ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആവുന്നത്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് മിയോസിസ് 2 എന്ന ഇക്വേഷണൽ ഡിവിഷൻ ക്രോമസോം നമ്പർ കുറയുന്നില്ല, ഹാപ്ലോയിഡ് തന്നെയാണ്. അതിനെ സ്പെർമാറ്റിഡ് എന്ന് പറയും. ഈ സ്പെർമാറ്റിഡ് എന്തായി മാറുന്നു? സ്പെർമാറ്റിഡിന് ഡിഫറൻസിയേഷൻ സംഭവിക്കുന്നു, രൂപമാറ്റം സംഭവിക്കുന്നു. എന്നിട്ട് അത് എന്തായിട്ടാ മാറുക? സ്പെർമാറ്റോസോവ. ഈ ഓർഡർ പഠിക്കുക. സ്പെർമാറ്റോഗോണിയം, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ് ആൻഡ് സ്പെർമാറ്റോസോവ. ഈ ഒരു കൺവേർഷനെ, അതായത് സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോവയാവുന്ന ഈ ഒരു കൺവേർഷൻ നമ്മൾ പറയുന്ന പേരാണ് സ്പെർമിയോജനസിസ്. മൊത്തത്തിൽ സ്പെർമാറ്റോജനസിസ് പറയുമെങ്കിലും ഈ ലാസ്റ്റ് സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് സ്പെർമിയോജനസിസ്. ഇത് മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇവിടെ ഇതിൽ ഏതൊക്കെയാ ഡിപ്ലോയിഡ്? സ്പെർമാറ്റോഗോണിയയും പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് വിത്ത് 46 ക്രോമസോം ആണ്. ബാക്കിയുള്ള സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ് ആൻഡ് സ്പെർമാറ്റോസോവ ആർ ഹാപ്ലോയിഡ് വിത്ത് 23 ക്രോമസോം ആണ്. അത് മറന്നു പോകരുത് കേട്ടോ. ഇതാണ് എൻറ്റയർ നമുക്ക് പറയാനുള്ള കാര്യം. നമ്മളെ ക്വസ്റ്റ്യനിലോട്ട് വരാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഡ്യൂറിംഗ് സ്പെർമാറ്റോജനസിസ് വിച്ച് സെൽ ആർ ദ ഫസ്റ്റ് ടു കണ്ടെയ്ൻ ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം? 23 ക്രോമസോം. നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. യു നോ വെരി വെൽ. അതേതാ? സ്പെർമാറ്റോഗോണിയം അല്ല, അത് ഡിപ്ലോയിഡ് ആണ്. അല്ലെ, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അല്ല, അത് ഡിപ്ലോയിഡ് ആണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഫസ്റ്റ്, ആദ്യം ഉണ്ടാവുന്നത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആണ്, അത് n ആണ്. സ്പെർമാറ്റിഡ് അല്ല, n ആണെങ്കിലും അത് പിന്നീടാണ് ഉണ്ടാവുന്നത്. അത് രണ്ടാമതാണ്. ആദ്യം ഉണ്ടാവുന്നത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആണ്, അതിനുശേഷം ഉണ്ടാവുന്നതാണ് സ്പെർമാറ്റിഡും സ്പെർമാറ്റോഗോണിയയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നാലാമത്തത് ശരിയാണെങ്കിലും ഫസ്റ്റ് അല്ല ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ 3 is the right answer for question number 8. Question number 9 എന്താ നോക്കൂ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമിയോജനസിസ് ആൻഡ് സ്പെർമിയേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല പ്രാവശ്യം നീറ്റിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സ്പെർമിയോജനസിസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്താണ് സ്പെർമിയോജനസിസ്? അതായത് സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോവ സ്പേം ആവുന്ന പ്രോസസ് ആണ് സ്പെർമിയോജനസിസ്. അപ്പോൾ എന്താ സ്പെർമിയേഷൻ? സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്പെർമാറ്റോജനസിസിന് ശേഷം സ്പേം ഉണ്ടാവുമല്ലോ. ഈ സ്പെർമാറ്റോസോവ സ്പേമിന്റെ ഹെഡ് സെർട്ടോളി സെല്ലിൽ കുത്തി നിൽക്കും. അത് ഉണ്ടാവുന്നത് അതിന്റെ വോളിലാണ്. ആ വോളിൽ നിന്ന് സെമിനിഫറസ് ട്യൂബുകളുടെ വോളിലുള്ള സെർട്ടോളി സെല്ലിൽ കുത്തി നിൽക്കും. ആ വോളിൽ നിന്ന് അത് ഡിറ്റാച്ച് ചെയ്തിട്ട് അതിന്റെ ലൂമനിലേക്ക് വീഴുകയും അവിടുന്ന്, അതായത് സെമിനിഫറസ് ട്യൂബുകളുടെ ഉള്ളിലോട്ട് വീഴുകയും അവിടുന്ന് പുറത്തു വരികയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയേഷൻ എന്ന് പറയുക. ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. റിലീസ്ഡ് ഫ്രം സെമിനിഫറസ് ട്യൂബുൾ എന്ന് പറയുകയാണെങ്കിലും ഫസ്റ്റ് ഫ്രം ദ വോൾ ഇറ്റ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദ ലൂമൻ ആൻഡ് ഫ്രം ദ ലൂമൻ ഇറ്റ് റിലീസ് ഔട്ട്. അങ്ങനെയാണ്. അതാണ് NCERT പറഞ്ഞിരിക്കുന്നത്. കൺഫ്യൂഷൻ വരരുത്. അതായത് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ വോളിൽ നിന്ന് അത് റിലീസ് ചെയ്ത് അതിന്റെ ലൂമനിലോട്ട് വീണിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. ആ പ്രോസസ്സാണ് സ്പെർമിയേഷൻ. അപ്പം ഇൻ സ്പെർമിയോജനസിസ് സ്പെർമാറ്റോസോവ ഫ്രം സെർട്ടോളി സെൽ. തെറ്റല്ലേ? ഇൻ സ്പെർമിയോജനസിസ് സ്പെർമാറ്റോസോവ ആർ ഫോംഡ്. അത് ശരിയാ. വൈൽ ഇൻ സ്പെർമിയേഷൻ സ്പെർമാറ്റിഡ് ആർ ഫോംഡ്. അത് തെറ്റാണ്. ഇൻ സ്പെർമിയോജനസിസ് സ്പെർമാറ്റിഡ് ആർ ഫോംഡ്. അത് തെറ്റാണ്. ഇൻ സ്പെർമിയോജനസിസ് സ്പെർമാറ്റോസോവ ആർ പ്രൊഡ്യൂസ്ഡ്. ശരിയാണ്. വൈൽ ഇൻ സ്പെർമിയേഷൻ സ്പെർമാറ്റോസോവ റിലീസ്ഡ്
ത്രൂ ദ സെമിനിഫറസ് ട്യൂബ്യൂൾ. അതല്ലേ കറക്റ്റ്? അതിന്റെ വോളിൽ നിന്ന് ലൂമനിലോട്ട് വീണിട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത്. സോ 4 is the right answer for question number 9. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ. GnRH, a hypothalamic hormone needed in reproduction, act on. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഹൈപ്പോതലാമസിന്റെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ആണ് റിലീസിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. മറ്റൊരു സെറ്റ് ഓഫ് ഹോർമോൺ ആണ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ഈ രണ്ട് ഹോർമോണുകളും സത്യത്തിൽ എന്താണ് ചെയ്യുക എന്ന കാര്യം കൃത്യമായിട്ട് ഓർമ്മിക്കുക. അതായത് റിലീസിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറിന്റെ മുകളിലാണ് വർക്ക് ചെയ്യുക, അത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാം, ഇവിടെ ഈ ഓപ്ഷൻ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കണം, ഒരിക്കലും പോസ്റ്റീരിയർ അല്ല. അതുകൊണ്ട് ഈ രണ്ടെണ്ണമാണ്, ഇത് രണ്ടും അല്ല എന്ന് മനസ്സിലായി. ഒന്നാമത്തോ രണ്ടാമത്തോ ആണ്. അപ്പൊ GnRH എന്ന് പറഞ്ഞാൽ റിലീസിംഗ് ഹോർമോൺ ആണ്, ഗൊണാഡോട്രോപ്പിക് റിലീസിംഗ് ഹോർമോൺ ആണ്. ആ റിലീസിംഗ് ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് വർക്ക് ചെയ്യുക, പോസ്റ്റീരിയറിലല്ല. അത് മനസ്സിലായി. ഇനി ആ റിലീസിംഗ് ഹോർമോണിന്റെ ജോലി എന്താന്ന് ചോദിച്ചാൽ, ഓരോ റിലീസിംഗ് ഹോർമോണും പിറ്റ്യൂട്ടറി ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഹോർമോണുകളെ റിലീസ് ചെയ്യും. ഇവിടെ നിങ്ങൾക്കറിയാം, റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട രണ്ട് പിറ്റ്യൂട്ടറി ഹോർമോണുകളാണ് നമ്മളെ LH-ഉം FSH-ഉം. അവയെ നമ്മൾ ഒന്നിച്ച് ഗൊണാഡോട്രോപ്പിൻ ഓർ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ GTH എന്നാണ് പറയുക. ആ ഗൊണാഡോട്രോപ്പിൻ എന്ന ഹോർമോൺ ആണ് LH-ഉം FSH-ഉം. അതിന്റെ സെക്രീഷൻ കൂട്ടുകയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റിമുലേറ്റഡ് സെക്രീഷൻ ഓഫ് LH ശരിയാണെങ്കിലും എന്തല്ല, ഓക്സിറ്റോസിൻ തെറ്റാണ്. എന്നാൽ സ്റ്റിമുലേറ്റഡ് സെക്രീഷൻ ഓഫ് LH ആൻഡ് FSH ശരിയാണ്. ബാക്കി നമ്മൾ നോക്കണ്ട, ഇത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ അല്ല വർക്ക് ചെയ്യുന്നത്, ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. അപ്പോൾ ഹൈപ്പോതലാമസ് ഹോർമോൺ ആയ GnRH ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വർക്ക് ചെയ്യുകയും അതിൽ നിന്ന് LH FSH എന്ന GTH ഗൊണാഡോട്രോപ്പിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു. സോ ക്വസ്റ്റ്യൻ നമ്പർ 10 2 is the right answer. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 11 എടുക്കാം. അതായത് ചൂസ് ദ ഇൻകറക്റ്റ് പെയർ, തെറ്റുള്ളത് പറയണം അല്ലെ. അക്രോസോം എൻസൈം ഫിൽഡ് ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ഓൺ സ്പേം ഹെഡ്. സ്പേമിന്റെ ഹെഡ്, ഒരു സ്പേം എടുക്കുകയാണെങ്കിൽ ആ സ്പേമിൽ എന്തൊക്കെയുണ്ട്? സ്പേം എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 ഭാഗങ്ങൾ പറയാം. ഒന്ന് ഹെഡ് ഉണ്ട്, അതേപോലെ നെക്കുണ്ട്, മിഡിൽ പീസ് ഉണ്ട്, ടെയിലും ഉണ്ട്. ഇതിൽ ഹെഡിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഒരു ഇലോങ്ങേറ്റഡ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസും ഉണ്ട്, ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ബാഗും ഉണ്ട്. ആ ഫ്ലൂയിഡ് ഫിൽഡ് ബാഗിന് നമ്മൾ പറയുന്ന പേര് അക്രോസോം എന്നാണ്. അതിനകത്ത് ലൈറ്റിക് എൻസൈമുകളുണ്ട്. ആ എൻസൈം ഉപയോഗിച്ചിട്ടാണ് സ്പേം ഓവത്തിലെ ഫെർട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അക്രോസോം. പിന്നെ ഉള്ളത് നെക്കാണ്. 2 ടൈപ്പ് ഓഫ് സെൻട്രിയോൾ, പ്രോക്സിമൽ സെൻട്രിയോളും പ്രോക്സിമൽ സെൻട്രിയോളും ഡിസ്റ്റൽ സെൻട്രിയോളും. 2 സെൻട്രിയോൾ ഉണ്ട്, അതിനിടയ്ക്കുള്ള ഗ്യാപ്പിനെയാണ് നെക്ക് എന്ന് പറയുക. പിന്നെ മൂന്നാമത്തെ നമ്മൾ കാണുന്നത് മിഡിൽ പീസ് ആണ്. മിഡിൽ പീസ് നമ്മൾ പവർ ഹൗസ് ഓഫ് ദ സ്പേം എന്നൊക്കെ പറയാം, കാരണം അത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനകത്ത് എന്താണ് ഉള്ളത്? അതിനകത്ത് സ്പൈറലി അറേഞ്ച്ഡ് മൈറ്റോകോൺട്രിയ ആണ്. നെബേൺകേൺ എന്ന് പറയും, സ്പൈറലി അറേഞ്ച്ഡ് മൈറ്റോകോൺട്രിയ. അത് എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ടെയിൽ എന്താണ്? ആ ഒരു ടെയിലിന്റെ മൂവ്മെന്റ് അതൊരു ഫ്ലജെല്ലം പോലുള്ള ഒരു മൂവ്മെന്റ് ആണ്. അതുണ്ടെങ്കിൽ മാത്രമേ സ്പേമിന് ഓവത്തിനടുത്ത് എത്താൻ പറ്റുകയുള്ളൂ ഫെർട്ടിലൈസേഷൻ നടത്താൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അക്രോസോം എൻസൈം ഫിൽഡ് ക്യാപ് സ്ട്രക്ചർ ഇൻ ദ സ്പേം ഹെഡ് ശരിയാണ്. മിഡിൽ പീസ് പൊസസ് ന്യൂമറസ് മൈറ്റോകോൺട്രിയ, സ്പൈറലി അറേഞ്ച്ഡ് മൈറ്റോകോൺട്രിയ, നെബേൺകൺ. പിന്നെ സ്പേം ടെയിൽ ഫെസിലിറ്റേറ്റ് സ്പേം മോട്ടിലിറ്റി എസെൻഷ്യൽ ഫോർ ഫെർട്ടിലൈസേഷൻ ഒക്കെ ശരിയാണെങ്കിൽ എന്തുകൊണ്ട് 4ാമത്തെ തെറ്റി? സെമൻ കണ്ടെയ്ൻ ഓൺലി സ്പേം, അത് തെറ്റല്ലേ? അതായത് സെമിനൽ പ്ലാസ്മ അല്ലെ പ്ലസ് സ്പേം, അപ്പോഴേ നമ്മൾ അതിന് എന്ത് പറയാൻ പാടുള്ളൂ? സെമിനൽ പ്ലാസ്മ മാത്രമാണെങ്കിൽ സെമൻ എന്ന് പറയാൻ പാടില്ല, സ്പേം മാത്രമാണെങ്കിൽ പറയാൻ പാടില്ല. സെമിനൽ പ്ലാസ്മ വിത്ത് സെമൻ, സെമിനൽ ഫ്ലൂയിഡ് വിത്ത് സെമൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയേണ്ടത്? സെമിനൽ ഫ്ലൂയിഡ് വിത്ത് സ്പേം, അതിനെയാണ് സെമൻ എന്ന് പറയേണ്ടത്. അപ്പൊ ഓൺലി സ്പേം എന്നുള്ളത് തെറ്റാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 11 4 is the right answer. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്പെർമെറ്റോജനസിസ് പറഞ്ഞു. നമ്മൾ 7 8 പോയിന്റുകൾ പഠിക്കുന്നതില് നമ്മൾ 3ാമത്തെ പോയിന്റ് പറഞ്ഞു, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, സ്പെർമെറ്റോജനസിസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഊജനസിസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ ഞാൻ ഊജനസിസ് പറഞ്ഞു തരാം. ഊജനസിസ് നടക്കുന്നത് എപ്പോഴാണ്? സ്പെർമെറ്റോജനസിസും ഊജനസിസും തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്പെർമെറ്റോജനസിസ് നടക്കുന്നത് പ്യൂബർട്ടിയിലാണ്, ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി.
പക്ഷേ അതേ സമയത്ത് oogenesis നടക്കുന്നത് എംബ്രിയോണിക് സ്റ്റേജിലാണ്. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ്, അത് നമ്മൾ ഫീറ്റൽ ലൈഫ് എന്ന് പറയും, എംബ്രിയോണിക് സ്റ്റേജിലാണ്. അവിടെ കാണുന്ന മില്യൺസ് ഓഫ് അല്ലെ ഊഗോണിയ. അപ്പൊ ഇതിന്റെ പേരെന്താ? ഈ സംഭവത്തിന് നമ്മൾ ഊഗോണിയ എന്നാണ് പറയുക. ഊഗോണിയ അത് ഡിപ്ലോയിഡ് ആണ് വിത്ത് 46 ക്രോമസോം. അത് എന്ത് വഴി? മൈറ്റോസിസ് വഴി എണ്ണം കൂട്ടും. അങ്ങനെ കൂടുന്ന ഒക്കെ 2n ആയിരിക്കും. ഇതൊക്കെ എന്തായിരിക്കും? 2n. അതിൽ ചിലതിന്റെ സൈസ് വ്യത്യാസം വരും. ആ സൈസ് വ്യത്യാസം വന്ന് നമ്മൾ എന്ത് പറയും? പ്രൈമറി ഓർ റെഡി ഫോർ ഡിവിഷൻ പ്രൈമറി ഊസൈറ്റ് എന്ന് പറയും. മറ്റേത് അവിടെ സ്പെർമാറ്റോസൈറ്റ്, ഇവിടെ പ്രൈമറി ഊസൈറ്റ്. പ്രൈമറി ഊസൈറ്റ് ഈസ് ഓൾസോ ഡിപ്ലോയിഡ്. ഡിപ്ലോയിഡ് മീൻസ് വിത്ത് 46 ക്രോമസോം. ഹാപ്ലോയിഡ് വിത്ത് എത്ര ക്രോമസോം ആണ്? ഹാപ്ലോയിഡ് വിത്ത് 23 ക്രോമസോം. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ പ്രൈമറി ഊസൈറ്റ് ആയി. ആ പ്രൈമറി ഊസൈറ്റിന് എന്ത് സംഭവിക്കുന്നു? മിയോസിസ് 1 എന്ന റിഡക്ഷൻ ഡിവിഷൻ. റിഡക്ഷൻ ഡിവിഷൻ ആണ്. ക്രോമസോം നമ്പർ പകുതി ആവണം. പക്ഷേ സ്പെർമാറ്റോജനസിന്റെ ഒരു വ്യത്യാസം, ഇറ്റ് ഈസ് അറസ്റ്റഡ്. കണ്ടില്ലേ? ഇത് നമ്മുടെ ബർത്തിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യാണ്. മിയോസിസ് 2 ജനിക്കുന്നതിന് മുമ്പേ മിയോസിസ് 1 കംപ്ലീറ്റ് ആവുന്നില്ല. മിയോസിസ് 1 കംപ്ലീറ്റ് ആവുന്നില്ല ജനിക്കുന്നതിന് മുമ്പേ. ജനിച്ചു കഴിഞ്ഞിട്ട് പ്യൂബർട്ടി വരെ, കൗമാര കാലഘട്ടം വരെ അത് എന്താവുന്നില്ല? ഡിവൈഡ് ആവുന്നില്ല. അതായത് മിയോസിസ് 1 കംപ്ലീറ്റ് ആവുന്നില്ല. ആഫ്റ്റർ പ്യൂബർട്ടി ആണ് മിയോസിസ് 1 കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ആവുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് ശ്രദ്ധിക്കുക. ഒരു അൺഈക്വൽ ഡിവിഷൻ ആണ്. ഒരു ചെറിയ ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാവും, ഒരു വലിയ എന്തുണ്ടാവും? സെക്കൻഡറി ഊസൈറ്റ് ഉണ്ടാവും. പക്ഷെ സെക്കൻഡറി ഇത് ഡിപ്ലോയിഡ് ആണ്. സെക്കൻഡറി ഊസൈറ്റ് ഹാപ്ലോയിഡ് ആണ്. കാരണം മിയോസിസ് 1 എന്ന റിഡക്ഷൻ ഡിവിഷൻ അത് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ, അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇനി അടുത്തത്, ഈ സെക്കൻഡറി ഊസൈറ്റ് എന്ന ഹാപ്ലോയിഡ് സെല്ലിന് എന്ത് സംഭവിക്കുന്നു? മിയോസിസ് 2 സംഭവിക്കുന്നു. പക്ഷെ അതൊരു ഇക്വേഷനിലാണ്, റിഡക്ഷൻ ഡിവിഷൻ അല്ല. അതുകൊണ്ടുണ്ടാവുന്ന ഊട്ടിട്ട് അഥവാ ഓവത്തിന് എന്തായിരിക്കും? അത് ഹാപ്ലോയിഡ് ആയിരിക്കും. n/2 ആവൂല. ഇവിടെ ഉണ്ടാവുന്ന സെക്കൻഡ് പോളാർ ബോഡിയും ഉണ്ടാവും. ഫസ്റ്റ് പോളാർ ബോഡി ആദ്യം ഉണ്ടാവും, സെക്കൻഡ് പോളാർ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മിയോസിസ് 1 നിങ്ങൾക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ മിയോസിസ് 2 ഇപ്പോഴും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല എന്ന സത്യം മനസ്സിലാക്കുക. എപ്പോഴാണോ സ്പേം ആ ഓവത്തിന്റെ ലെയറിനുള്ളിൽ കടക്കുന്നത്, അതായത് അതിന്റെ ആ ഒരു വോളിൽ കടക്കുന്നത്, അപ്പോഴാണ് മിയോസിസ് 2 കംപ്ലീറ്റ് ആയി എന്തുണ്ടാവുന്നത്? സെക്കൻഡ് പോളാർ ബോഡി റിലീസ് ചെയ്യുന്നതും ഫങ്ഷണൽ ഓവമായി മാറുന്നതും. ആ ഓവമാണ് എന്ത് ചെയ്യുക? വരുന്ന സ്പേമുമായി കൂടിച്ചേരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, മിയോസിസ് 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ കംപ്ലീറ്റ് അല്ല. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, ഓവുലേഷൻ എന്താ? ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ പഠിച്ചത് റിലീസ് ഓഫ് ഓവം എന്നാണ്. സത്യത്തിൽ റിലീസ് ഓഫ് ഓവം അല്ല ഓവുലേഷൻ. ഏതൊരു സ്ത്രീയിലും, അത് നിങ്ങളിലും ഏതൊരു സ്ത്രീയിലായാലും ഓവുലേഷൻ സമയത്ത് പുറത്തു വരുന്നത് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യാത്ത സെക്കൻഡറി ഊസൈറ്റ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്താലേ നമ്മൾ അതിന് ഓവം എന്ന് പറയാൻ പാടുള്ളൂ. അപ്പോൾ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ റിലീസ് ഓഫ് സെക്കൻഡറി ഊസൈറ്റ് ആണ്. ഇപ്പൊ നമ്മളെ പുതിയ NCERT-ലൊക്കെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. റിലീസ് ഓഫ് സെക്കൻഡറി ഊസൈറ്റ് ആണ്. ഹൂസ് മിയോസിസ് 2 ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് കംപ്ലീറ്റഡ്. അതാണ് പോയിന്റ്. അപ്പൊ നമുക്ക് ഇവിടെ ചോദ്യത്തിൽ വരാം. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഊസൈറ്റ് അല്ല എന്ന് മനസ്സിലായി. സെക്കൻഡറി ഊസൈറ്റ് അല്ല, ഊഗോണിയമാണ്. ഇവിടെ നിങ്ങൾക്കറിയാം 1 എന്ന് പറയുന്നത് ഊഗോണിയമാണ്. ഈ ഊഗോണിയത്തിന് എന്ത് സംഭവിക്കുന്നു? മൈറ്റോസിസ് സംഭവിച്ച് ബി എന്ന് പറയുന്നത് പ്രൈമറി ഊസൈറ്റ് ആണ്, സെക്കൻഡറി ഊസൈറ്റ് അല്ല. അപ്പൊ തന്നെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു 2 എന്നുള്ളത്. എങ്കിൽ നമുക്ക് നോക്കാം അടുത്തത് എന്താ വരുന്നത്. അടുത്തത് സി എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഊസൈറ്റ് ആണല്ലോ. ഈ ഓർഡറിൽ നമ്മൾ പഠിച്ചാൽ മതി. ആദ്യം ഊഗോണിയ, അത് കഴിഞ്ഞാൽ പ്രൈമറി ഊസൈറ്റ്, അത് കഴിഞ്ഞാൽ സെക്കൻഡറി ഊസൈറ്റ്, അത് കഴിഞ്ഞിട്ട് ഊട്ടിഡറവ ഓവം. ഓക്കെ, 2 സ്ഥലത്ത് എന്താണ്? മിയോസിസ് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അത് ഇന്ററപ്റ്റഡ് ആണ്. അൺഇന്ററപ്റ്റഡ് മിയോസിസ് സ്പെർമാറ്റോജനസിസിലാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 12 is the right answer. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 13 എടുക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെയർ ഇസ് ആൻ ആൻഡ്രൽ ഫോളിക്കിൾ ഈസ് എസെല്ലുലാർ? അതായത് നിങ്ങൾക്കറിയാം, സാധാരണ ഓവത്തിന്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ ആ ഓവത്തിന്റെ ഏറ്റവും ഉള്ളിലുള്ള പ്ലാസ്മ മെംബ്രെയിൻ, അതിന്റെ പുറത്ത് ഒരു പെരിവിറ്റലൈൻ സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ കാണുന്ന ടഫ് ലെയറിന്റെ പേരാണ് സോണ പെലുസിഡ. ആ സോണ പെലുസിഡ ലെയർ ആണ് എസെല്ലുലാർ. സെല്ല് കൊണ്ട് ഉണ്ടാക്കിയതല്ല, അത് ഗ്ലൈക്കോപ്രോട്ടീൻ ലെയർ ആണ്. അപ്പോൾ സോണ പെലുസിഡ ലെയർ എന്ന് പറയുന്ന ഒരു എസെല്ലുലാർ ലെയർ ഉണ്ട്.
അതിന്റെ മുകളിൽ റേഡിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സെല്ലുലാർ ലെയർ ഉണ്ട്, അത് കൊറോണ റേഡിയേറ്റി ആണ്. അപ്പോൾ ഓവത്തിന്റെ ഏറ്റവും പുറത്തുള്ളത് കൊറോണ റേഡിയേറ്റ സെല്ലുലാർ ലെയർ ആണ്. അതിന്റെ ഉള്ളിൽ കാണുന്ന സോണ പെലിസിഡ എന്ന ടഫ് ലെയർ അത് നോൺ സെല്ലുലാർ സെല്ലുലാർ ലെയർ ആണ്. പിന്നെ അതേപോലെ തന്നെ അതിന്റെ ഉള്ളിലാണ് പ്ലാസ്മ മെംബ്രെയിൻ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 13 4 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 എടുക്കാം. ചൂസ് ദ ഇൻകറക്റ്റ് പെയർ. ഇതിലേതാണ് തെറ്റ് എന്ന് നോക്കിയാലോ. ആൻഡ്രം ഫ്ലൂയിഡ് ഫിൽഡ് കാവിറ്റി ഇൻ ദ പ്രൈമറി ഫോളിക്കിൾ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫോളിക്കിളാണ് പ്രൈമറി ഫോളിക്കിൾ. ആ പ്രൈമറി ഫോളിക്കിൾ എന്നാൽ പ്രൈമറി ഊസൈറ്റ് ആണ്. പ്രൈമറി ഊസൈറ്റ് സറൗണ്ടഡ് ബൈ സിംഗിൾ ലെയർ, ഒറ്റ ലെയർ സെൽസ് ഉള്ള പ്രൈമറി ഊസൈറ്റ് ആണ് നമ്മൾ പറയുന്ന പ്രൈമറി ഫോളിക്കിൾ. അതിന്റെ മുകളിൽ കുറച്ചുകൂടെ ഗ്രാനുലോസ ലെയർ വരുമ്പോൾ, കുറച്ചുകൂടെ ലെയേഴ്സ് വരുമ്പോഴാണ് സെക്കൻഡറി ഊസൈറ്റ് ആവുക. അപ്പോഴും അവിടെ ഉണ്ടാവുന്നത് സെക്കൻഡറി ഫോളിക്കിൾ. അപ്പൊ പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ ഉണ്ടാവുക? അതിനകത്ത് ഉണ്ടാവുന്നത് പ്രൈമറി ഊസൈറ്റ് ആണ് വിത്ത് സിംഗിൾ ലെയർ. അടുത്തത് സെക്കൻഡറി ഫോളിക്കിൾ എന്ന് പറയുമ്പോൾ, അതിനകത്തും എന്ത് തന്നെയാണ്? പ്രൈമറി ഊസൈറ്റ് പ്ലസ് മെനി ലെയേഴ്സ് ആണ്, മോർ ലെയേഴ്സ്, കൂടുതൽ ലെയേഴ്സ് ഉണ്ടാവും. ഇനി അടുത്തത് മൂന്നാമത്തത് ടെർഷറി ഫോളിക്കിൾ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ടെർഷറി ഫോളിക്കിൾ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു കാവിറ്റി രൂപപ്പെടും. ആ കാവിറ്റിയുടെ പേരാണ് ആൻഡ്രം. അതുപോലെ തന്നെ തീക്ക എക്സ്റ്റേണ, തീക്ക ഇന്റേണ എന്ന രണ്ട്, ഈ തീക്ക ലെയർ ആദ്യം ഉണ്ടെങ്കിലും തീക്ക എക്സ്റ്റേണ, തീക്ക ഇന്റേണ എന്ന ലെയേഴ്സ് ആയിട്ട് മാറുന്നത് ടെർഷറി ഫോളിക്കിൾ ആണ്. ഇതിന്റെ തുടക്കത്തിലുള്ളതും പ്രൈമറി ഊസൈറ്റ് ആണ്. ഇതിന്റെ തുടക്കത്തിൽ എന്താണുള്ളത്? പ്രൈമറി ഊസൈറ്റ് ആണ്. പക്ഷേ ഈ ടെർഷറി ഫോളിക്കിളിൽ വെച്ചിട്ടാണ് എന്താവുന്നത്? സെക്കൻഡറി ഊസൈറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ടെർഷറി ഫോളിക്കിളിന്റെ അവസാന ഘട്ടത്തിലാണ് അത് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്തിട്ട് അത് സെക്കൻഡറി ഊസൈറ്റ് ആവുക. തുടക്കത്തിൽ പ്രൈമറി ഊസൈറ്റ് ആണ്, പിന്നീട് അതിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്തിട്ട് സെക്കൻഡറി ഊസൈറ്റ് ആവും. ഇനിയോ ഈ സെക്കൻഡറി ഊസൈറ്റ്, ഇനി അടുത്തത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ്. ഗ്രാഫിയൻ ഫോളിക്കിൾ, ജി ക്യാപിറ്റൽ എഴുതണം. ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുമ്പോൾ മെച്ചേർഡ് ഫോളിക്കിൾ ആണ്, റെഡി ഫോർ റപ്ചർ. അതിനകത്തും ഉള്ളത് സെക്കൻഡറി ഊസൈറ്റ് ആണ് വിത്ത് സോണ പെലിസിഡ ലെയർ. ഇവിടെയാണ് സോണ പെലിസിഡ ലെയർ ഒക്കെ വരുന്നത്. അപ്പൊ നമ്മളെ ചോദ്യം, ആൻഡ്രം ഈസ് എ ഫ്ലൂയിഡ് ഫിൽഡ് കാവിറ്റി ഇൻ ദ പ്രൈമറി ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? പ്രൈമറി ഫോളിക്കിളിലും സെക്കൻഡറി ഫോളിക്കിളിലും ആൻഡ്രം ഇല്ല. ആൻഡ്രം ഉള്ളത് ടെർഷറി ഫോളിക്കിളിലും ഗ്രാഫിയൻ ഫോളിക്കിളിലുമാണ്. അപ്പൊ അത് തെറ്റാണ്. ടെർഷറി ഫോളിക്കിൾ പ്രൈമറി ഊസൈറ്റ് കംപ്ലീറ്റ് ഈസ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ഇൻസൈഡ് ഇറ്റ്. തുടക്കത്തിൽ അത് പ്രൈമറി ആണെങ്കിലും പ്രൈമറി ഊസൈറ്റ് ആണെങ്കിലും അതിന്റെ അവസാനം എത്തുമ്പോൾ അത് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്ത് അത് സെക്കൻഡറി ആവും. ദെൻ സെക്കൻഡറി ഊസൈറ്റ് ഹാപ്ലോയിഡ് സെൽ ഫോംഡ് ആഫ്റ്റർ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. ഫസ്റ്റ് മിയോസിസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹാപ്ലോയിഡ് വിത്ത് 23 ക്രോമസോം ആണ് സെക്കൻഡറി ഊസൈറ്റ്. ശരിയാണല്ലോ. ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ് ദ മെച്ചേർഡ് ഫോളിക്കിൾ വിച്ച് റപ്ചർ ഡ്യൂറിംഗ് ഓവുലേഷൻ. ഓവുലേഷൻ സമയത്ത് പൊട്ടി ഈ സെക്കൻഡറി ഊസൈറ്റ് പുറത്തു വരുന്നത് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നാണ്. അപ്പൊ അത് ശരിയാണ്. ഇതിനകത്ത് തെറ്റുള്ളത് 1 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14 1 is the right answer. ഇനി അടുത്ത് നമ്മൾ ഇനി നമുക്ക് ഇപ്പൊ 4 പോയിന്റ് നമ്മൾ പഠിച്ചു. അടുത്ത 5ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരാം. മെൻസ്ട്രുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ പ്രൈമേറ്റ് മാമലില്, മനുഷ്യൻ കുരങ്ങൻ അല്ലെങ്കിൽ മനുഷ്യ കുരങ്ങന്മാർ ഉൾക്കൊള്ളുന്ന പ്രൈമേറ്റ, ഓർഡർ പ്രൈമേറ്റ എന്ന മാമലിന്റെ വിഭാഗത്തില്, ഓർഡർ പ്രൈമേറ്റ, ആ ഒരു പ്രൈമേറ്റയിൽ കാണുന്ന ഫീമെയിൽ പ്രൈമേറ്റ്സിൽ കാണുന്ന 28-29 ദിവസം ഗ്യാപ്പിൽ, മനുഷ്യനിലാണ് 28-29 ദിവസം ഗ്യാപ്പിൽ കാണപ്പെടുന്ന ഒരു സൈക്ലിക് ചേഞ്ചിന്റെ പേരാണ് മെൻസ്ട്രുവൻ സൈക്കിൾ ഓർ മെൻസ്ട്രുവേഷൻ എന്ന് പറയാം. ഈ മെൻസ്ട്രുവേഷൻ എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് മെൻസ്ട്രുവൻ സൈക്കിളിന്റെ പ്രധാനപ്പെട്ട 4 സ്റ്റേജുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. മെൻസ്ട്രുവൻ സൈക്കിള് ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള ദിവസത്തിനെ നമ്മൾ മെൻസ്ട്രുവൽ ഫേസ് എന്നാണ് പറയാ. കാരണം ഈ സമയത്താണ് മെൻസ്ട്രുവൽ ഫ്ലോ ഉണ്ടാവുന്നത്, ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്. അടുത്തത് 6 മുതൽ 13 വരെയുള്ള ദിവസം, ഈ ദിവസത്തിന് നമ്മൾ പറയുന്ന പേര്, അതായത് മെൻസ്ട്രുവൽ സൈക്കിളിന്റെ 6th to 13th ഡേ, നമ്മൾ അതിനെ പറയുന്ന പേര് ഫോളിക്കുലാർ ഫേസ് എന്നോ അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രോലിഫറേറ്റീവ് ഫേസ് എന്നോ പറയും. എന്തുകൊണ്ടാണ് 2ാമത്തെ ഫേസിനെ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്? യു തിങ്ക് അബൌട്ട് ദ ഓവറി. ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ ഓവറിക്കകത്തുണ്ടാകുന്നത് പ്രൈമറി ഫോളിക്കിൾ ആണ്. ആ പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ആവുന്നു, സെക്കൻഡറി ടെർഷറി ആവുന്നു,
ടെർഷറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ ആവുന്നു, ഫോളിക്കിളിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നു. അതല്ലേ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്, അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് FSH. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഫോളിക്കുലാർ ഫേസിലെ പ്രഡോമിനന്റ് ഹോർമോൺ, മെയിൻ ഹോർമോൺ FSH ആണ്. FSH ഉണ്ടെങ്കിലേ പ്രൈമറി സെക്കൻഡറി ആവൂ, സെക്കൻഡറി ടെർഷറി ആവൂ, ടെർഷറി ഗ്രാഫിയൻ ഫോളിക്കിൾ ആവൂ. എങ്കിൽ മാത്രമല്ലേ അത് പൊട്ടുള്ളൂ. അപ്പോൾ FSH വേണം. ഇപ്പം നിങ്ങൾക്ക് ചോദ്യം FSH ആണോ ഈസ്ട്രോജൻ ആണോ മുന്നിൽ ചോദിച്ചാൽ FSH തന്നെയാണ്. കാരണം പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ആവണം, സെക്കൻഡറി ടെർഷറി ആവണം. ടെർഷറിയിൽ നിന്നാണ് ഈസ്ട്രോജൻ ഉണ്ടാവുന്നത്. ടെർഷറി ഫോളിക്കുള്ള ഗ്രാനുലോസ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്, അതായത് അതിലുള്ള തീക്ക ഇന്റേണ എന്ന ലെയർ ആണ് സ്റ്റിറോയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ടാണ് ഗ്രാനുലോസ സെൽസ് സ്റ്റിറോയിഡ് ഹോർമോണായ ഈസ്ട്രോജൻ. അപ്പൊ ഈസ്ട്രോജൻ ഉണ്ടാവുന്നത് ടെർഷറി ഫോളിക്കിൾ ആ സമയത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ FSH ഉണ്ടെങ്കിലേ ടെർഷറി ആവൂ, ടെർഷറി ഉണ്ടെങ്കിലേ ഈസ്ട്രോജൻ ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ എന്താ, പ്രഡോമിനന്റ് ഹോർമോൺ FSH ആണ്, ഈസ്ട്രോജൻ അല്ല. പക്ഷെ ഈസ്ട്രോജൻ ഉണ്ടെങ്കിലേ LH സർജ് നടക്കുള്ളൂ. അത് മനസ്സിലാക്കണം. LH സർജ് കാരണമാണ് ഓവുലേഷൻ നടക്കുന്നതെങ്കിലും LH സർജ് ഉണ്ടാവണമെങ്കിൽ ഈസ്ട്രോജൻ ലെവൽ കൂടണം. അപ്പൊ ശരിക്കും ആ മെൻസ്ട്രുവൽ സൈക്കിളിന്റെ കറക്റ്റ് ഓർഡറിൽ ഹോർമോൺ എന്ന് പറയുമ്പോൾ ആദ്യം FSH പറയണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറയണം, ഈസ്ട്രോജൻ പറയണം. അത് കഴിഞ്ഞിട്ടാണ് LH സർജ് ഉണ്ടാവുക. LH സർജ് കാരണമാണ് ഓവുലേഷൻ. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുകയാണ്, എന്നിട്ട് ആ സെക്കൻഡറി ഊസൈറ്റ് റിലീസ് ചെയ്യാണ്. ആ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി സെക്കൻഡറി ഊസൈറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ പേരാണ് കോർപ്പസ് ലൂട്ടിയം. അതൊരു മഞ്ഞ മാസമാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊജസ്ട്രോൺ ആണ്. അപ്പോൾ FSH, ഈസ്ട്രോജൻ, LH, പ്രൊജസ്ട്രോൺ എന്ന ഓർഡറിലാണ് ഈ ഹോർമോണുകൾ. നമുക്കൊരു ക്വസ്റ്റ്യൻ വരാനുണ്ട്, ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ഫേസിൽ നമ്മൾ മെൻസ്ട്രൽ ഫേസ്, രണ്ടാമത്തെ പ്രോലിഫറേറ്റ്, രണ്ടാമത്തത് ഫോളിക്കുലാർ ഫേസ്. കാരണം FSH ഫോളിക്കിൾ ഡെവലപ്മെന്റ് ചെയ്യുന്നു. ഇതേ സമയത്ത് യൂട്രസിൽ എന്താ സംഭവിക്കുക, യൂട്രസിൽ നിന്ന് നശിച്ചു പോയ എൻഡോമെട്രിയം റീജനറേറ്റ് ചെയ്യും. അല്ല, റീജനറേറ്റ് ചെയ്യും. അപ്പോ എൻഡോമെട്രിയം റീജനറേറ്റ് ചെയ്യാവുന്ന വാക്കാണ് പ്രോലിഫറേഷൻ. അതുകൊണ്ടാണ് ഈ ഫേസിനെ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. വാട്ട് ഹാപ്പൻ ടു ദ 14th ഡേ? ആ മിഡ് ഓഫ് ദ സൈക്കിൾ എന്താ സംഭവിക്കുക, ഒരു സെക്കൻഡറി ഊസൈറ്റ് ഗ്രാഫിയൻ ഫോളിക്കിൾ നിന്ന് റിലീസ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുക. അതുകൊണ്ട് ഈ ഫേസിനെ മിഡ് ഓഫ് ദ സൈക്കിൾ ഓർ 14th ഡേ, ആ ഡേ നമ്മൾ പറയുന്ന പേര് ഓവുലേറ്ററി ഫേസ് എന്നാണ്. അതിനുശേഷമുള്ള ഫേസിനെ ലൂട്ടിയൽ ഫേസ് ഓർ സെക്രീറ്ററി ഫേസ് എന്നാണ് പറയുക. കാരണം ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായിട്ട് മാറുന്നു, കോർപ്പസ് ലൂറ്റിയമായിട്ട് മാറുന്നു. ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോണും ലെസ് എമൗണ്ട് ഓഫ് ഈസ്ട്രോജനും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു കോർപ്പസ് ലൂറ്റിയം. കോർപ്പസ് ലൂട്ടിയത്തെ നിലനിർത്തുന്നത് സാധാരണ സ്ത്രീകളിലും പെൺകുഞ്ഞുങ്ങളിലും ഈ കോർപ്പസ് ലൂട്ടിയത്തിനെ കുറച്ച് ദിവസം നിലനിർത്തുന്നത് LH ആണ്. എന്നാൽ ഗർഭിണികളില് കോർപ്പസ് ലൂട്ടിയം ഈ പ്രൊജസ്ട്രോൺ ഉണ്ടാക്കേണ്ട ആവശ്യത്തിലേക്ക് കോർപ്പസ് ലൂട്ടിയം ഒരുപാട് സമയത്തേക്ക് വേണം. അങ്ങനെ വരുന്ന സമയത്ത് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ HCG ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ ആ ഒരു കോർപ്പസ് ലൂട്ടിയത്തെ നിലനിർത്തുന്നത്. എല്ലാ പോയിന്റും ഒന്ന് ടച്ച് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് മെൻസ്ട്രുവൽ ഫ്ലോ ഒക്കേഴ്സ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ്, എന്ത് കുറയുമ്പോഴാണ് മെൻസ്ട്രുവൽ ഫ്ലോ ഉണ്ടാവുന്നത്? നിങ്ങൾക്കറിയാം, ലൂട്ടിയൽ ഫേസില് ആ കോർപ്പസ് ലൂട്ടിയം ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ നിലനിർത്തും. ആ പ്രൊജസ്ട്രോൺ ആണ് മെയിൻറ്റെയിൻ പ്രഗ്നൻസി. എന്നാൽ അതേ സമയത്ത് ഈ സ്ത്രീ ഗർഭിണിയാവാൻ ഫെർട്ടിലൈസേഷൻ നടക്കാൻ സാധ്യതയില്ല എങ്കിൽ പ്രൊജസ്ട്രോൺ, കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും. അതായത് പ്രൊജസ്ട്രോൺ ലെവൽ കുറയും. എപ്പോഴാണോ പ്രൊജസ്ട്രോൺ ലെവൽ കാര്യമായി കുറയുന്നത് ആ സമയത്താണ് അടുത്ത മെൻസ്ട്രുവേഷൻ ഉണ്ടാവുക. അപ്പോൾ മെൻസ്ട്രുവൽ ഫ്ലോ ഒക്കേഴ്സ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ കുറയുമ്പോഴാണ് മെൻസ്ട്രുവേഷൻ ഉണ്ടാവുക. പ്രഗ്നന്റ് വുമണിൽ പ്രൊജസ്ട്രോൺ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും, അതുകൊണ്ടാണ് മെൻസ്ട്രുവേഷൻ ഇല്ലാത്തത്. ഇപ്പൊ നമ്മളെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 15 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 എടുക്കാം. വിച്ച് ഓഫ് ദം ഈസ് നോട്ട് എ കറക്റ്റ് മാച്ച്? ഇതിൽ ഏതാണ് നോട്ട് എ കറക്റ്റ് മാച്ച്? ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദ്യം. പ്രോലിഫറേറ്റീവ് ഫേസ് റാപ്പിഡ് റീജനറേഷൻ ഓഫ് മയോമെട്രിയം ആണോ? ഞാൻ പറഞ്ഞു യൂട്രസിനകത്ത് എന്താണ്, മയോമെട്രിയം അല്ല, എൻഡോമെട്രിയം ആണ് റീജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് മാച്ചുറേഷൻ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഓക്കെ, അത് ശരിയാണ്. പക്ഷേ മാച്ചുറേഷൻ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ ശരിയാണ്, പക്ഷേ എൻഡോമെട്രിയം ആണ്, മയോമെട്രിയം അല്ല. അപ്പൊ അത് തെറ്റ്. സെക്രീറ്ററി ഫേസ് ഡെവലപ്മെന്റ് ഓഫ് കോർപ്പസ് ലൂട്ടിയം ആൻഡ് ഇൻക്രീസ് സെക്രീഷൻ ഓഫ് പ്രൊജസ്ട്രോൺ. നമ്മൾ പറഞ്ഞു മെൻസ്ട്രുവേഷൻ ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയം
ഈ എൻഡോമെട്രിയത്തിലെ ബ്ലഡ് വെസൽ പൊട്ടിയിട്ടാണ് മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടാവുന്നത്. നിങ്ങൾക്കറിയാം. ഓവുലേഷൻ സമയത്ത് LH-ഉം FSH-ഉം അതിന്റെ പീക്ക് ലെവലിൽ എത്തും. അങ്ങനെ റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ, ആ LH സർജ് കാരണം, LH അമിതമായി കൂടുന്ന കാരണമാണ് ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്നത്. അപ്പൊ അത് ശരിയാണ്. തെറ്റുള്ളത് ഒന്നാണ്. എൻഡോമെട്രി എന്നാ വേണ്ടത്. ഇപ്പൊ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പർ 16 1 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17 കറക്റ്റ് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഞാൻ കൂടുതൽ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കറക്റ്റ് സീക്വൻസ് ഓഫ് സെക്രീഷൻ ഓഫ് ഹോർമോൺ ഫ്രം ബിഗിനിങ് ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ ടു ദ എൻഡ്. തുടക്കം മുതൽ അവസാനം വരെ. ആദ്യം FS ശരിയാണ്, പിന്നെ പ്രൊജസ്ട്രോൺ അല്ല, ആദ്യം ഈസ്ട്രോജൻ അല്ല. അതുകൊണ്ട് തന്നെ ഉത്തരം 3 നിങ്ങൾക്കറിയാം. ആദ്യം FSH, അതുവഴി ടെർഷറി ഫോളിക്കിൾ ഈസ്ട്രോജൻ LH സർജ് നടക്കുന്നു. അതിനുശേഷം ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്നു, കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവുന്നു, പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്നു. ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ, ലെസ് എമൗണ്ട് ഓഫ് ഈസ്ട്രോജൻ. ഓക്കെ, അതാണ് നമ്മൾ ആ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഗ്രാഫില് 2 പീക്കുള്ള ഗ്രാഫ് ഈസ്ട്രോജൻ മാത്രമാണ്. മറ്റൊക്കത്തിനും 1 പീക്കേ ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 17 3 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 ഫെർട്ടിലൈസ്. അപ്പൊ നമ്മൾ ഈ ടോപ്പിക്കും കഴിഞ്ഞു, മെൻസ്ട്രൽ സൈക്കിൾ കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മൾ 3 ടോപ്പിക് ഉണ്ട്. ഫെർട്ടിലൈസേഷൻ, പ്ലാസെന്റ ആൻഡ് അതർ പ്രോസസ്സസ്. 3 ടോപ്പിക് കൂടെ ഉള്ളൂ. ഫെർട്ടിലൈസേഷൻ ഇൻ ഹ്യൂമൻ ഈസ് പ്രാക്ടിക്കലി ഫീസിബിൾ ഓൺലി. അതായത് ഈ ഫെർട്ടിലൈസേഷൻ മനുഷ്യരിൽ നടക്കണമെങ്കിൽ എന്ത് വേണം? എന്തുകൊണ്ട് എല്ലാ സെക്ഷൽ കോണ്ടാക്റ്റും ഫെർട്ടിലൈസേഷൻ അവസാനിക്കുന്നില്ല? അതിന് ഉത്തരമാണിത്. അതായത് എല്ലാ സെക്ഷൽ കോണ്ടാക്റ്റും എന്തുകൊണ്ടാണ് ഫെർട്ടിലൈസേഷൻ അവസാനിക്കാന്ന് ചോദിച്ചാൽ, സ്പേമും ഓവയും ഒരേ സമയത്ത് സൈമൾട്ടേനിയസ്ലി അറ്റ് ദ സെയിം ടൈം സ്പേമും ഓവയും എവിടെ എത്തണം? നമ്മുടെ ആംബ്യുലറി റീജിയനിൽ എത്തണം എന്നുള്ളതാണ്. ഇപ്പൊ രണ്ടുപേരും ആംബ്യുലർ റീജിയനിൽ ഒരേ സമയത്ത് എത്തണം. സ്പേമിന്റെ വയബിലിറ്റി 2 days ഉണ്ട്, 2 to 3 days, 2 days എന്തായാലും ഉണ്ട്. ഓവത്തിന്റെ വയബിലിറ്റി 1 day ഉള്ളൂ, 24 hours ഉള്ളൂ. മറ്റേ ഓൾമോസ്റ്റ് 48 hours ഉണ്ട്. രണ്ടുപേരും ഒരേ സമയത്ത് എത്തണം. നമ്മളെ ചോദ്യം എന്താ? എന്തുകൊണ്ടാണ് എല്ലാ സമയത്തും ഇതേപോലെ നടക്കാത്തത്? ആസ് ഓവം ആൻഡ് സ്പേം ട്രാൻസ്പോർട്ടഡ് സൈമൾട്ടേനിയസ്ലി ടു ദ ആംബ്യുലർ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഒരു പ്രീവിയസ് ഇയർ, അത് PYQ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു PYQ ആയ കാരണത്താൽ ഞാനിത് അതുകൊണ്ട് തന്നെ എടുത്തതാണ്. ഇത്തരത്തിൽ ആംബ്യുലറി ഇസ്തമിക് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഉത്തരം തെറ്റാണ് തന്നെ പറയാം. ഇത് പഴയ കാലത്ത് എടുത്തിരിക്കുന്ന ഒരു PYQ ആയതുകൊണ്ടാണ് ആംബ്യുലറി ഇസ്തമിക് ജംഗ്ഷൻ എന്ന് പറഞ്ഞത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി എഴുതരുത്, ആംബ്യുലറി റീജിയൻ എന്ന് തന്നെ എഴുതണം. മനസ്സിലായില്ലേ? ഇത് തെറ്റാണെന്ന് അർത്ഥം. ആംബ്യുലറി ഇത് പഴയ ഒരു MCQ ആയതുകൊണ്ട്, പഴയ PYQ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അത് മനസ്സിലാക്കാൻ കൂടിയാണ് ഞാനത് എടുത്തു തന്നത്. എങ്ങനെ ഇപ്പൊ ആംബ്യുലറി റീജിയൻ ആണ്, ആംബ്യുലറി ഇസ്തമിക് അല്ല. അത് മാറ്റി നമ്മള് ഇപ്പൊ ഓവവും സ്പേമും ഒരേ സമയത്ത് ഫെലോപ്പിയൻ ട്യൂബിന്റെ ആംബ്യുലറി റീജിയനിൽ എത്തണം എങ്കിൽ മാത്രം. ഓവം ആൻഡ് സ്പേം ട്രാൻസ്ഫർ സൈമൾട്ടേനിയസ് ടു ദ ആംബ്യുലറി റീജിയൻ പോട്ടെ, ഓഫ് ദ സർവിക്സ് അല്ല. അതാണ് അവിടുത്തെ തെറ്റ്. ഫെലോപ്പിയൻ ട്യൂബ് ആണ്. സ്പേം ആർ ട്രാൻസ്പോർട്ട് സർവിക്സ് വിതിൻ 48 hours അല്ല. സ്പേം ആർ ട്രാൻസ്പോർട്ട് വെജൈന ജസ്റ്റ് ആഫ്റ്റർ റിലീസ് ഓഫ് ഓവം അല്ല. എന്താണ്? ഓവവും സ്പേമും ഒരേ സമയത്ത് ആംബ്യുലറി റീജിയൻ ഓഫ് ദ ഫെലോപ്പിയൻ ട്യൂബിൽ എത്തണം എങ്കിൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ ഫെർട്ടിലൈസേഷനും പ്രാക്ടിക്കലി ഫീസിബിൾ അല്ല എന്ന് പറയാൻ കാരണം. സോ ക്വസ്റ്റ്യൻ നമ്പർ 18 1 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 എടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, എപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എപ്പോഴാണ് സെക്കൻഡ് പോളാർ ബോഡി റിലീസ് ചെയ്യുക? നമ്മൾ നേരത്തെ ആ പോയിന്റിൽ ഊജനസിസ് ഞാൻ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടെ പറയുന്നു. അതായത് ഫസ്റ്റ് പോളാർ ബോഡി മാത്രമാണ് നിങ്ങളിലൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടാവുക. കാരണം മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് പോളാർ ബോഡി വരേണ്ടത്. പക്ഷേ സാധാരണ ഒരു സ്ത്രീകളിലെ ഈ ഒരു നിങ്ങളെപ്പോലുള്ള പെൺകുഞ്ഞുങ്ങളിലൊന്നും ഈ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ സെക്കൻഡ് പോളാർ ബോഡി ഉണ്ടാവില്ല. അത് ഉണ്ടാവണമെങ്കിൽ സ്പേം ഓവത്തിന്റെ ലെയറിന്റെ ഉള്ളിൽ എൻറ്റർ ചെയ്യണം. അങ്ങനെ എൻറ്റർ ചെയ്യുന്ന സമയത്താണ് മിയോസിസ് 2 കംപ്ലീറ്റ് ആവുക. മെയോസിസ് 2 കംപ്ലീറ്റ് ആവുമ്പോഴാണ് സെക്കൻഡ് പോളാർ ബോഡി ഉണ്ടാവുക. ആ സമയത്താണ് ഫങ്ഷണൽ ഊട്ടിഡ് ഓവമായി മാറുന്നത്. ആ ഓവമാണ് സ്പേമുമായി കൂടിച്ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പൊ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ അല്ല, സെക്കൻഡ് പോളാർ ബോഡി റിലീസ് ചെയ്ത് ഫങ്ഷണൽ ഓവമായാലേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. ബിഫോർ ദ എൻഡ്രിയോസ്പേം അല്ല, ആഫ്റ്റർ ദ എൻഡ്രിയോസ്പേം ആണ്. സൈമൾട്ടേനിയസ് വിത്ത് ഫസ്റ്റ് ക്ലീവേജ് അല്ല. ഫെർട്ടിലൈസേഷൻ നടന്നാലല്ലേ സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് ഉണ്ടെങ്കിൽ അല്ലേ ക്ലീവേജ് നടക്കുള്ളൂ. അതുകൊണ്ട് ആഫ്റ്റർ ദ എൻഡ്രിയോസ്പേം ബട്ട് ബിഫോർ ഫെർട്ടിലൈസേഷൻ.
സ്പേം ഓവത്തിന്റെ ഉള്ളിൽ എൻ്റർ ചെയ്യണം, എന്നിട്ട് മിയോസിസ് 2 കംപ്ലീറ്റ് ആക്കണം, സെക്കൻഡ് പോളാർ ബോഡി റിലീസ് ചെയ്യണം, എന്നിട്ട് അത് ഫങ്ഷണൽ ഓവമാവണം. ആ ഫങ്ഷണൽ ഓവമാണ് സ്പേമുമായി കൂടിച്ചേർന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ മുമ്പെയാണ്, പ്രയർ ടു ഫെർട്ടിലൈസേഷൻ ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 19 4 is the right answer. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20. നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് സൈഗോട്ട് ഉണ്ടാവും. ആ സൈഗോട്ടിന്റെ റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ക്ലീവേജ് എന്ന് പറയാം. ക്ലീവേജ് ഒരു ഫാസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. അതുകൊണ്ട് ക്രോമസോമുകൾ മാത്രമാണ് മാറുന്നത്, അതിന്റെ സൈറ്റോപ്ലാസം ഡിവൈഡ് പുതുതായിട്ട് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ള സൈറ്റോപ്ലാസം വെച്ചുകൊണ്ടാണ് ബാക്കി സെൽസ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം ഈ ക്ലീവേജിന് ശേഷം ഉണ്ടാവുന്ന സൈഗോട്ടിന് ക്ലീവേജ് സംഭവിച്ചാലുള്ള ആദ്യത്തെ സെല്ലിനെ സ്റ്റേജിനെ മോറുല എന്നാണ് പറയുക. 8 to 16 8 മുതൽ 16 വരെ സ്റ്റേജ് സെല്ലുകളുള്ള ആ സ്റ്റേജിനെ, ബ്ലാസ്റ്റോമിയസ് ഉള്ള ആ സ്റ്റേജിനെ മോറുല എന്നാ പറയാ. മോറുല കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിന്റെ പേര് ബ്ലാസ്റ്റുലയാണ്, ബ്ലാസ്റ്റോസിസ്റ്റ്. അത് കഴിഞ്ഞാൽ ഉള്ളത് ഗാസ്ട്രുലയാണ്. അങ്ങനെയാണ് പോവുക. സൈഗോട്ട്, ക്ലീവേജ് കഴിഞ്ഞ് മോറുല, 8 to 16 സെൽഡ് സ്റ്റേജിനെയാണ് മോറുല. അത് കഴിഞ്ഞാൽ ബ്ലാസ്റ്റുല കഴിഞ്ഞു കഴിഞ്ഞാൽ ഗാസ്ട്രുല. ഈ ഓർഡറിലാണ്. മോറുല ലുക്ക് ലൈക്ക് എ മൾബറി ഫ്രൂട്ട് ആണ്, അതാ പേര് വന്നത്. ഈ ഗാസ്ട്രുല അഥവാ ബ്ലാസ്റ്റുല അഥവാ ബ്ലാസ്റ്റോസിസ്റ്റ്, ഈ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുക. ആ പ്രോസസ് അല്ലേ ഇംപ്ലാന്റേഷൻ. ആ സമയത്ത് നമ്മുടെ ഈ ചിത്രം, നിങ്ങൾ കാണുന്ന ചിത്രം ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ചിത്രമാണ്. ഈ ചിത്രത്തിൽ എയും ബിയും അടയാളപ്പെടുത്താൻ പറയുന്നുണ്ട്. എ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ലെയർ ആണ്. പുറത്തുള്ള നിങ്ങൾക്കറിയാം ട്രോഫോബ്ലാസ്റ്റ് ആണ്. പുറത്തുള്ള ലെയർ ട്രോഫോബ്ലാസ്റ്റ് ആണ്. ഇന്നർ ലെയർ ഇന്നർ സെൽ മാസ് ആണ്. അല്ലാതെ ഇന്നർ സെൽ മാസും ട്രോഫോബ്ലാസ്റ്റും അല്ല. ഓക്കെ, എക്ടോഡേമും എൻഡോഡേമും അല്ല. അപ്പൊ ആദ്യത്തെ പുറത്തുള്ളത് ട്രോഫോബ്ലാസ്റ്റ് ആണ്, ഉള്ളിലുള്ളത് ഇന്നർ സെൽ മാസ് ആണ്. ഇതിൽ ട്രോഫോബ്ലാസ്റ്റ് എന്തായിട്ടാണ് മാറുക? ട്രോഫോബ്ലാസ്റ്റ് ചേഞ്ചസ് ഇൻ ടു ട്രോഫോബ്ലാസ്റ്റ് അറ്റാച്ച്ഡ് ടു ദ എൻഡോമെട്രിയം. അതാണ് പിന്നീട് പ്ലാസന്റയായിട്ട് മാറുന്നത്. എന്നാൽ അതേ സമയത്ത് ഇന്നർ സെൽ മാസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു എംബ്രിയോ ആണ്. അപ്പൊ അതുകൊണ്ട് ശരിയുള്ളത് 1 അല്ലേ? ഡിഫറൻഷിയേറ്റഡ് എംബ്രിയോ അല്ല. മൂന്നാമത്തെ പകുതി ശരിയായിരുന്നു, പക്ഷേ ഫംഗ്ഷൻ മാറിപ്പോയി, ഫ്യൂച്ചർ മാറിപ്പോയി. അതായത് ഗെറ്റ് അറ്റാച്ച്ഡ് ടു എൻഡോമെട്രിയം ആണ് ഇവിടെ വേണ്ടത്. അതായത് ട്രോഫോബ്ലാസ്റ്റ് അറ്റാച്ച്ഡ് ടു എൻഡോമെട്രിയം ആണ്, ഇന്നർ സെൽ മാസ് ചേഞ്ചസ് ഇൻ ടു എംബ്രിയോ ആണ്. സോ എല്ലാം കറക്റ്റ് ഉള്ളത് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 21 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഈ ഒരു കൃത്യമായി ഓർമ്മിക്കുക, നിങ്ങൾ മറന്നു പോകരുത്. അടുത്തത് ഹോർമോൺ. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലെ, ട്രോഫോബ്ലാസ്റ്റ് ലെയർ മുഖേന എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ട്രോഫോബ്ലാസ്റ്റിന് മേലെ നിന്നുണ്ടാകുന്ന കൊറിയോണിക് വില്ലി യൂട്രൈൻ ടിഷ്യൂമായിട്ട് ഇന്റർ ഡിജിറ്റേറ്റ് ഉണ്ടാകുന്ന ഒരു ജോയിന്റ് സ്ട്രക്ചറിന്റെ പേരാണ് പ്ലാസെന്റ എന്ന് പറയുന്നത്. ഈ പ്ലാസെന്റ അമ്മയും കുഞ്ഞിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അമ്മയുടെ ഭാഗമുണ്ട്, കുഞ്ഞിന്റെ ഭാഗമുണ്ട്. ഈ മെറ്റേണൽ ബ്ലഡ് എന്ന് പറയുന്ന അമ്മയുടെ ഭാഗമാണ് അല്ലെ. അതേ സമയത്ത് കൊറിയോണിക് വില്ലി എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ഭാഗമാണ്. എന്തായിരുന്നാലും ഈ രണ്ടും കൂടെ കൂടി ചേർന്ന പ്ലാസെന്റ. പ്ലാസെന്റയുടെ 4 ഫംഗ്ഷൻ എന്തൊക്കെയാ? പ്ലാസെന്റ ആക്ട് ആസ് എ ബാരിയർ. അമ്മയുടെ ബ്ലഡ് കുഞ്ഞിന്റെ ബ്ലഡുമായി മിക്സ് ചെയ്യാതെ തടയുന്ന ബാരിയർ ആണ് പ്ലാസെന്റ. അതൊരു പ്ലാസെന്റ ഒരു ബാരിയർ ആണെങ്കിലും അമ്മയുടെ ബ്ലഡിൽ നിന്ന് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻ ഫ്രം മദേഴ്സ് ബ്ലഡ് ഇൻ ടു ദ ഫീറ്റസ് ബ്ലഡ്. അതുപോലെ ഫീറ്റസിന്റെ ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റ് മെറ്റീരിയലും അമ്മയുടെ ബ്ലഡിലേക്ക് എത്തും. മാത്രവുമല്ല, ഇറ്റ് ആക്ട് ആസ് എ ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ്. ചില ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെ? അതായത് HCG ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, HPL ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, പിന്നെ ചെറിയ അളവിൽ അത് ഈസ്ട്രോജനും, ഇത് ഒവേറിയൻ ഹോർമോൺ ആണെങ്കിലും അതും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. അപ്പൊ HCG, HPL, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയിരിക്കുന്ന ഹോർമോണുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു പ്ലാസെന്റ ടു മെയിൻറ്റെയിൻ പ്രഗ്നൻസി. അപ്പൊ നമ്മൾ ഹോർമോൺ സെക്രീറ്റഡ് ബൈ പ്ലാസെന്റ ടു മെയിൻറ്റെയിൻ പ്രഗ്നൻസി എന്ന് ചോദിച്ചാൽ HCG ഉണ്ട്, HPL ഉണ്ട്, പ്രൊജസ്ട്രോൺ ഉണ്ട്, ഈസ്ട്രോജൻ. ഈസ്ട്രോജൻ ചെറിയ അളവിൽ വേണം, പ്രൊജസ്ട്രോൺ കൂടുതൽ വേണം, ഈസ്ട്രോജൻ കുറവ് വേണം. അത് തിരിയുമ്പോഴാണ് പാർച്ചുറേഷൻ സംഭവിക്കുക. ഈസ്ട്രോജൻ കൂടുകയും, അതായത് പ്രോജസ്ട്രോൺ ഈസ്ട്രോജൻ റേഷ്യോ കൂടിയാൽ പ്രഗ്നൻസിയാണ്. ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ കൂടിയാൽ അത് പാർച്ചുറേഷൻ ആണ്. ഈസ്ട്രോജൻ കൂടിയാൽ പാർച്ചുറേഷൻ ആണ്. HCG, HPL ഈസ്ട്രോജൻ, റിലാക്സിൻ വേണ്ട, ഓക്സിറ്റോസിൻ വേണ്ട. ഇത് രണ്ടും പാർച്ചുറേഷൻ സഹായിക്കുന്നതാണ്. HCG, HPL പ്രൊജസ്ട്രോൺ, പ്രൊലാക്റ്റിന്റെ ആവശ്യമില്ല. HCG പ്രൊജസ്ട്രോൺ വേണം, ഈസ്ട്രോജനും വേണം, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ ആവശ്യമില്ല. അപ്പൊ എല്ലാം ശരിയുള്ളത് 1 ആണ്.
ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രഗ്നൻസി പീരീഡിൽ മാത്രം കാണുന്ന ഹോർമോൺ ചോദിച്ചാൽ HCG-യും HPL-ഉം പ്ലാസന്റയുടെയും റിലാക്സിൻ, അത് എന്താണ് റിലാക്സിൻ എന്ന് പറയുന്ന ഓവറിയുടെ ഹോർമോണും, ഈ 3 ഹോർമോണും മാത്രമാണ് പ്രഗ്നൻസി പീരീഡിൽ മാത്രം കാണുന്നത്. പണ്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്ലാസന്റയുടെ ഹോർമോൺ നോൺ പ്രഗ്നന്റ് വുമണിലും കാണുന്ന ഏതാന്ന് ചോദിച്ചാൽ അത് ഈസ്ട്രോജനും പ്രോജസ്ട്രോണുമാണ്. ബാക്കിയൊന്നും നോൺ പ്രഗ്നന്റ് വുമണിൽ കാണില്ല. പ്രഗ്നന്റ് വുമണിൽ മാത്രം കാണുന്നതാണ് HCG-യും HPL-ഉം റിലാക്സിനും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 21 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22 എടുക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫംഗ്ഷൻ ഓഫ് പ്ലാസന്റ? പ്ലാസന്റയുടെ ഫംഗ്ഷൻ അല്ലാത്തത്. ഫെസിലിറ്റേറ്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ ന്യൂട്രിയൻ ടു എംബ്രിയോ, ശരിയാണ്. സെക്രീറ്റ് ഈസ്ട്രോജൻ, ശരിയാണല്ലോ. ഫെസിലിറ്റേറ്റ് റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം എംബ്രിയോ, അതും ശരിയാണ്. സെക്രീറ്റ് ഓക്സിറ്റോസിൻ ഡ്യൂറിംഗ് പാർച്ചുറേഷൻ, ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഓഫ് ദ മദർ ആണ്. അമ്മയുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നാണ് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നത്, അല്ലാതെ പ്ലാസന്റ അല്ല. അതുകൊണ്ട് അത് തെറ്റാണ്. നമ്മളോട് പ്ലാസന്റയുടെ ഫംഗ്ഷൻ അല്ലാത്തതാണ് ചോദിച്ചത്, അതുകൊണ്ട് 4 എന്നുള്ള ഉത്തരമാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 22 4 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23 എടുക്കാം. യെസ്, അപ്പൊ നമ്മൾ ഇതോടെ കഴിഞ്ഞു. ഏകദേശം നമ്മൾ എന്തുവരെ പറഞ്ഞു? പ്ലാസന്റ പറഞ്ഞു. ഇനി ഇതിന്റെ ലാസ്റ്റ് ഭാഗങ്ങളാണ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്, അതായത് ജസ്റ്റേഷൻ, പാർച്ചുറേഷൻ, ലാക്ടേഷൻ തുടങ്ങിയ ഭാഗത്തുള്ള 1-2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് നിർത്താം. 25 ക്വസ്റ്റ്യൻ നമ്മൾ അതിന് തീർക്കും. സിഗ്നൽസ് ഓഫ് പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ എന്താ? ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഇംപ്ലാന്റേഷനും പാർച്ചുറേഷനും ഇടയ്ക്കുള്ള പീരീഡിനെയാണ് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയാം. മനുഷ്യനില് 9 months, ഏകദേശം 270-280 ഡേയ്സ് ആണ് ജസ്റ്റേഷൻ പീരീഡ് ഓഫ് ഹ്യൂമൻ. ഈ സമയത്ത് ഓരോ മാസത്തുണ്ടാവുന്ന ഡെവലപ്മെന്റ് കൃത്യമായിട്ട് പഠിക്കണം, വരാൻ സാധ്യതയുണ്ട്. 1ാമത്തെ മാസം ഹാർട്ട് ഡെവലപ്പ് ചെയ്യും. ഫസ്റ്റ് മന്ത് ഓഫ് പ്രഗ്നൻസി ഹാർട്ട്, അതായത് 4 weeks. 2ാമത്തത് 8 weeks ഓർ 2nd month ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ഉണ്ടാവും, കൈകാലുകളും വിരലുകളും. ദെൻ 12 weeks എന്ന് പറയുമ്പോൾ 3ാമത്തെ മാസം, ഫസ്റ്റ് ട്രൈമസ്റ്റർ, ഓൾമോസ്റ്റ് ഓൾ ഓർഗാൻ ഇൻക്ലൂഡിംഗ് ദ ജെനൈറ്റൽ ഓർഗാൻ. ഇനി 5ാമത്തെ മാസം, അപ്പൊ ഏകദേശം 20 ആഴ്ച. 5ാമത്തെ മാസം എന്ന് പറയുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? മൂവ്മെന്റ്, ഫസ്റ്റ് മൂവ്മെന്റ്, പിന്നെ ഹെയർസ് ഓൺ ഹെഡ് കാണപ്പെടും. 6ാമത്തെ മാസം, അതായത് 24ാമത്തെ 24th week, ആ ഒരു സമയത്തേക്ക് 2nd trimester, നമ്മുടെ ബോഡി കവേർഡ് ബൈ ഫൈൻ ഹെയർ വരും, ഐലിഡ് സെപ്പറേറ്റ്, ഐ ലാഷസ് ആർ ഫോംഡ്, ആൻഡ് 9 months റെഡി ഫോർ പാർച്ചുറേഷൻ. ഈ കാര്യം ഒന്ന് ഓർമ്മിക്കാം. ഇനി പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം ആണ്. വെറും ഒരു എൻഡോക്രൈൻ അല്ല, ന്യൂറോ എൻഡോക്രൈൻ, നെർവസ് സിസ്റ്റവും ന്യൂറൽ സിസ്റ്റവും വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ആ ഒരു ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം, ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? എവിടെ നിന്നൊക്കെ മെസ്സേജ് പോകണം? അതാണ് ചോദ്യം. സിഗ്നൽസ് ഓഫ് പാർച്ചുറേഷൻ ഒറിജിനേറ്റ് ഫ്രം ബോത്ത് പ്ലാസന്റ ആസ് വെൽ ആസ് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ആണ്. പ്ലാസന്റയിൽ നിന്നും മെസ്സേജ് പോകണം, ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസിൽ നിന്നും മെസ്സേജ് പോകണം. ഈ 2 മെസ്സേജ് പോയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുള്ളൂ. ആണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. അതിന്റെ ഫലമായിട്ട് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുമ്പോൾ മസ്കുലാർ കൺട്രാക്ഷൻ, മയോമെട്രിയത്തിന്റെ കൺട്രാക്ഷൻ കൂടും. അപ്പൊ കൂടുതൽ ഓക്സിറ്റോസിൻ വരും. അപ്പൊ കൺട്രാക്ഷൻ കൂടി വരുമ്പോൾ ഓക്സിറ്റോസിൻ റിലീസ് കൂടുമ്പോൾ വിഗറസ് കൺട്രാക്ഷൻ ആവും. ആ വിഗറസ് കൺട്രാക്ഷൻ ആണ് കുഞ്ഞിനെ പുറത്തേക്ക് തള്ളുന്നത് ബർത്ത് കനാലിലൂടെ. ആ പ്രോസസ്സിനെയാണ്, ഡെലിവറി ഓഫ് ദ ബേബിയാണ് പാർച്ചുറേഷൻ എന്ന് പറയാം, അല്ലെ? ആ പാർച്ചുറേഷൻ കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ കൺട്രാക്ട് ചെയ്യും, എന്നിട്ട് ആഫ്റ്റർ ബർത്ത് എന്ന് പറയുന്ന ബാക്കി ഭാഗം, പ്ലാസന്റയുടെ ഭാഗമൊക്കെ അത് എജക്ട് ചെയ്യും. അപ്പോൾ സിഗ്നൽസ് ഓഫ് പാർച്ചുറേഷൻ ബോത്ത് പ്ലാസന്റ ആസ് വെൽ ആസ്, അതായത് ഓക്സിറ്റോസിൻ റിലീസ്ഡ് അല്ല, പ്ലാസന്റ ഓൺലി അല്ല, ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് അല്ല, രണ്ടും വരും. സോ ക്വസ്റ്റ്യൻ നമ്പർ 23 1 is the right answer. Question number 24, which of the following hormone responsible for both milk ejection reflex and fetal ejection reflex? പാർച്ചുറേഷനും മിൽക്ക് റിലീസ് ചെയ്യാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാ? രണ്ടിനും സഹായിക്കുന്ന ഹോർമോൺ വേറെ ഒന്നും നിങ്ങൾക്ക് ഇത് എന്തായാലും അറിയാം, ഓക്സിറ്റോസിൻ ആണെന്ന കാര്യം. ഓക്സിറ്റോസിൻ സ്മൂത്ത് മസിൽ കൺട്രാക്ടർ ആണ്. അപ്പൊ അത് പാർച്ചുറേഷൻ സമയത്ത് മയോമെട്രിയം കൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നു ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. മിൽക്ക് ഇജക്ഷൻ, ഉണ്ടായ പാൽ ഉണ്ടാക്കുന്നത് പ്രൊലാക്റ്റിൻ ആണെങ്കിലും അതിനെ ഇജക്ട് ചെയ്യാൻ, പുറത്തേക്ക് വരാൻ സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ ആണ്, അതായത് ബ്രസ്റ്റിന്റെ കൺട്രാക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓക്സിറ്റോസിൻ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 24. നമുക്ക് ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. അത് ലാക്ടേഷനുമായും ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഒരു അസർഷൻ റീസൺ ആണ് ബ്രസ്റ്റ് ഫീഡിംഗ് ഡ്യൂറിംഗ് ദ ഇനിഷ്യൽ പീരീഡ് ഓഫ് ഇൻഫാന്റ് ഗ്രോത്ത് ഈസ് റെക്കമെൻഡഡ്. അതായത് ഇൻഫാന്റിന്റെ ആദ്യ കാലഘട്ടത്തിൽ ബ്രസ്റ്റ് ഫീഡിംഗ് നിർബന്ധമാണ്, ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നു. എന്തുകൊണ്ട്? ആ ഒരു കുറച്ച് ദിവസമുള്ള പാലിനെ നമ്മൾ പറയുന്ന പേര് കൊളസ്ട്രം എന്നാണ്. ആ ഫ്ലൂയിഡ്, പാലല്ല, ഫ്ലൂയിഡിനെ പറയുന്ന പേര് ഇനിഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ, അത് നമ്മൾ പറയുന്ന പേരെന്താ? ദാറ്റ് ഈസ് നോൺ ആസ് കൊളസ്ട്രം. എന്തിനാണ് കൊളസ്ട്രം കുഞ്ഞിന് കൊടുക്കണം എന്ന് കൃത്യമായി പറയുന്നതെന്ന് ചോദിച്ചാൽ, കൊളസ്ട്രം കണ്ടെയ്ൻ സെവറൽ ആന്റിബോഡി എസെൻഷ്യൽ ടു റെൻഡർ ഇമ്മ്യൂണിറ്റി ന്യൂബോൺ. അതല്ലേ, കൊളസ്ട്രത്തിനകത്ത് ഒരുപാട് ആന്റിബോഡി, എസ്പെഷ്യലി IgA എന്ന ആന്റിബോഡി റിച്ച് ആണ്. ഒരു പാസീവ്, ഇത് ഏത് മെത്തഡാ? ദിസ് ഈസ് കോൾഡ് എ പാസീവ് ഇമ്മ്യൂണിറ്റി. കാരണം റെഡിമെയ്ഡ് ആയ ആന്റിബോഡിയാണ് കുഞ്ഞിന് കൊടുക്കുന്നത്. അപ്പൊ പാസീവ് ഇമ്മ്യൂണിറ്റി വഴി ധാരാളമായി IgA പോലുള്ള ആന്റിബോഡികൾ ധാരാളമുള്ള ഒരു സംഭവമാണ് കൊളസ്ട്രം. അതുകൊണ്ടാണ് ഇതിനെന്താ പറയാ, ഇതിനെ നമ്മൾ കൊളസ്ട്രം എന്നാ പറയാ. ഈ കൊളസ്ട്രം കുഞ്ഞിന് കൊടുക്കണം എന്ന് പറയാനുള്ള കൃത്യമായ കാരണമാണ്. രണ്ടും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 25 1 is the right answer. ഓക്കെ, ഇതിനു വേണ്ടി നിങ്ങളുടെ ആൻസർ കീ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, സ്പെർമാറ്റോജനസിസ്, oogenesis, മെൻസ്ട്രൽ സൈക്കിൾ, ഫെർട്ടിലൈസേഷൻ, പ്ലാസെന്റ ആൻഡ് അതർ പാർട്സ്, ജസ്റ്റേഷൻ, പാർച്ചുറേഷൻ, ലാക്ടേഷൻ, ഇങ്ങനെ 8 പാർട്ടായി തിരിച്ച് അതിനെ ബേസ് ചെയ്തുള്ള എൻറ്റയർ ക്വസ്റ്റ്യൻസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള എൻറ്റയർ ടോപ്പിക് നമ്മൾ കവർ ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഒരു 25 ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഈ ക്വസ്റ്റ്യൻ അല്ല, ഈ ക്വസ്റ്റ്യന്റെ തിയറിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഏകദേശം 1 മണിക്കൂറിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ സമയം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തിയറി മനസ്സിലായിട്ടാണെന്ന വിശ്വാസത്തോടെ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.